നമസ്കാരം. ജനാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ പരിമിതികളെ സംബന്ധിച്ചും നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചും സംഭാവനകളെക്കുറിച്ചുമൊക്കെ ശ്രീ മോഹൻ ഗോപാൽ അദ്ദേഹം ഇവിടെ സാമാന്യം ലഭ്യമായ സമയത്തിനുള്ളിൽ സാമാന്യം നമുക്കൊരു വിഷൻ നൽകുകയുണ്ടായി. അതിൻ്റെ ഒരു മറുവശത്ത് നിന്നുകൊണ്ടാണ് ഞാൻ ശാസ്ത്രബോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം നെഹ്റു ഒരു ചരിത്ര പുരുഷനാണ് എന്നുള്ളതാണ്. ഇന്ത്യ കണ്ട ഏറ്റവും മഹാന്മാരായ ആളുകളെ നമ്മൾ പട്ടികപ്പെടുത്തിയാൽ അതിലേറ്റവും മുൻനിരയിൽ വരുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നെഹ്റു എന്ന് നമുക്കറിയാം. പല കാരണങ്ങളാൽ യോജിക്കുന്നവരൊക്കെ ഉണ്ടാകാം, എങ്കിലും പല കാരണങ്ങളാൽ. അദ്ദേഹം ഒരു രാഷ്ട്രശില്പിയായിട്ടാണ് അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധിയെ നമ്മൾ സ്മരിക്കുമ്പോൾ രാഷ്ട്രശില്പിയായി ജവഹർലാൽ നെഹ്റുവിനെ നമ്മൾ കണക്കാക്കുന്നുണ്ട്. എന്ന് മാത്രവുമല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ 47 മുതൽ 64 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, പ്രഥമ പ്രധാനമന്ത്രിയായിരുന്നു. 3-4 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ 1919 മുതൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയും 8-10 തവണ ജയിൽവാസം അനുഭവിക്കുകയും നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുകയും അങ്ങനെയുള്ള ഒരുപാട് തരത്തിൽ ഇന്ത്യയാക്കി യുണൈറ്റ് ചെയ്യുന്നതിൽ കുറേയേറെ ദേശീയ പ്രസ്ഥാനത്തിൽ വലിയ സംഭാവന ചെയ്ത വ്യക്തിയുമാണ് നെഹ്റു എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ചരിത്ര പുരുഷനാണ് നെഹ്റു എന്നതാണ്. എന്നാൽ നെഹ്റു ഒരു ചരിത്ര പുരുഷൻ എന്നതോടൊപ്പം തന്നെ ഇന്നത്തെ കാലത്തെ പ്രസക്തി എന്ന് ചോദിച്ചാൽ നെഹ്റു മുന്നോട്ട് വെച്ച കുറേ ആശയങ്ങളാണ്, അല്ലെങ്കിൽ നെഹ്റു എന്ന ആശയം എന്നതാണ്. ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ എന്ന നിലയിൽ നിന്നപ്പുറത്തേക്ക് ഒരു ഐഡിയോളജി, ഒരു കൺസെപ്റ്റ് എന്ന നിലയിൽ നെഹ്റു മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളാണ് ഒരുപക്ഷെ ഇന്ന് കൂടുതൽ പ്രസക്തമാകുന്നത് എന്നതാണ്. കാരണം ആ ആശയങ്ങൾ നെഹ്റുവിൽ രൂപപ്പെട്ടത് ഒരുപാട് സ്വാധീനങ്ങളുടെ ഫലമായിട്ടാണ്. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഗാന്ധിജിയുണ്ട്. ഒരുപക്ഷെ നെഹ്റുവിനോട് വളരെയധികം വ്യത്യസ്തമായ ഒരു പാത സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ് ഗാന്ധിജി എന്ന് നമുക്കെല്ലാം അറിയാം. നെഹ്റു ഒരു ആധുനിക ജനാധിപത്യ സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് ജനാധിപത്യ സങ്കല്പമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആധുനികതയെ സംബന്ധിച്ച് നെഹ്റുവിൻ്റെ അതേ കാഴ്ചപ്പാടായിരുന്നില്ല. ഗ്രാമങ്ങളെ പുനരുദ്ധരിച്ചുകൊണ്ട് സ്വാശ്രയമായ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന നിലയിലേക്ക് രാജ്യം വളരണം എന്ന ഒരു രാമരാജ്യം എന്ന സങ്കല്പത്തിലേക്കാണ് ഗാന്ധിജിയുടെ ഒരു അന്ത്യോദയ എന്ന സങ്കല്പത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നെഹ്റുവിൻ്റെ ജനാധിപത്യത്തിന് കുറച്ച് വ്യത്യസ്തതകളുണ്ടായിരുന്നു. അത് ഡെഫിനറ്റ്ലി ടെക്നോളജിയും ശാസ്ത്രവും ഒക്കെ വെച്ചുകൊണ്ട് രാജ്യത്തെ സമഗ്രമായി പുരോഗമനപരമായി പുതുക്കിപ്പണിയുക എന്നൊരു കാഴ്ചപ്പാട് നെഹ്റുവിനുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എങ്കിലും നെഹ്റുവിൽ ഗാന്ധിജി നല്ലവണ്ണം സ്വാധീനിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ 10-20 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. ഗാന്ധിജി വളരെ ഒരിക്കൽ നെഹ്റുവും ഗാന്ധിജിയുമായിട്ട് ഗ്രാമങ്ങളിലേക്ക് പോകാൻ പോയപ്പോൾ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഈ ഒരു കാളവണ്ടി പോലത്തെ ചക്കച്ചുരു എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്. അങ്ങനെ ഒരു വാഹനത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ് ആ യാത്ര, ഒരു ഗ്രാമീണ റോഡിലൂടെ ഇതിൽ പോകുന്നത്. അപ്പോൾ നെഹ്റു പറഞ്ഞു കുറച്ചുകൂടെ സൗകര്യമുള്ള ഒരു യാത്ര നമുക്ക് വാഹനം എടുത്തുകൂടെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടായിക്കൂടെയും ചോദിക്കുമ്പം ഗാന്ധിജി പറയുന്നത്, അപ്പം നെഹ്റു പറയുന്നുണ്ട് അങ്ങനെ കുറച്ചുകൂടെ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സുഖമായിട്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി പറയുന്നത് സുഖം എന്നത് നമ്മൾ കൂടി തീരുമാനിക്കുന്നതാണ്. അപ്പോൾ പരിമിതമായി നമുക്ക് ലഭ്യമാകുന്ന ചുറ്റുപാടുകളിൽ സംതൃപ്തിയും സുഖവും കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നമുക്ക് ജീവിതം കുറച്ചുകൂടി അർത്ഥപൂർണ്ണമാകുന്നത്. വാസ്തവത്തിൽ നെഹ്റുവിന് ഇതൊരു തിരിച്ചറിവായിരുന്നു. കാരണം നെഹ്റു ഈ ലണ്ടനിലൊക്കെ ഗാന്ധിജി പോയിട്ടുണ്ട്. എന്നാൽ നെഹ്റു പിന്നെ അവിടെ ബാരിസ്റ്റർ പ്രവർത്തനമൊക്കെ പ്രാക്ടീസൊക്കെ നടത്തി അങ്ങനെ കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിൽ ജനിക്കുകയൊക്കെ ചെയ്ത ഒരു ആളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ജീവിത സംതൃപ്തിയെക്കുറിച്ചുള്ള ഒരു വ്യത്യസ്ത കാഴ്ചപ്പാട് അങ്ങനെ പല കാര്യങ്ങളിലും ഗാന്ധിജി ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ പിന്നെ നെഹ്റുവിനെ വളരെ സ്വാധീനിച്ചിട്ടുള്ളത് സോഷ്യലിസ്റ്റ് ആശയക്കാരുമായിട്ടുള്ള സംവാദങ്ങളാണ്. പ്രധാനമായിട്ട് എം എൻ റോയിയും നെഹ്റുവുമായിട്ട് ഒരുപാട് സംവാദങ്ങൾ നടക്കുന്നുണ്ട്. മിക്സഡ് എക്കോണമിയുടെ ഒരു ഐഡിയൽസ് ആശയങ്ങളൊക്കെ നെഹ്റുവിന് കിട്ടുന്ന അവിടെ നിന്നാണ്.
ആചാര്യ നരേന്ദ്രദേവുണ്ട്, അതുപോലെ ജയപ്രകാശ് നാരായണുണ്ട്, റാം മനോഹർ ലോഹിയുണ്ട്. ഇങ്ങനത്തെ സോഷ്യലിസ്റ്റ് ആളുകളോട് അപ്പോൾ ഈ ലാൻഡ് റിഫോംസിൻ്റെ കാര്യത്തിലായാലും പബ്ലിക് സെക്ടറിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നെഹ്റുവിൽ ഇംബൈബ് ചെയ്യപ്പെടുന്നത് ഇവരുമായിട്ടുള്ള സംവാദങ്ങളിലൂടെയാണ്. അതിനു മുമ്പ് നെഹ്റു ലണ്ടനിലായിരുന്നപ്പോൾ ഫാബിയൻ സോഷ്യലിസ്റ്റുകാരുമായിട്ട് നല്ല ഒരു റാപ്പോർട്ടിലായിരുന്നു. അവരുമായിട്ട് പിന്നെ നല്ല ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വാസ്തവത്തിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലേക്ക് നെഹ്റു കൂടുതൽ ആകർഷണമാകപ്പെടുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് നമുക്കറിയാം, ഒരു 1917 ഒക്ടോബർ റവല്യൂഷനും അതുപോലെ ആ സമയത്ത് ലോകമാകെ ഒരു സോഷ്യലിസ്റ്റ് പുരോഗമനപരമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യ നീതി, സാമൂഹ്യ തുല്യത എന്ന സംബന്ധിച്ചുള്ള അത്തരം കാഴ്ചപ്പാടുകൾ, റഷ്യൻ വിപ്ലവം, അതുപോലെ റഷ്യയിൽ തുടർന്ന് വന്ന ഈ പഞ്ചവത്സര പദ്ധതികൾ പോലുള്ള പ്ലാനിങ്, ആസൂത്രണ പ്രക്രിയകൾ ലെനിനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഇതൊക്കെ നെഹ്റുവിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർൽ മാർക്സിൻ്റെ ചിന്താഗതികളൊക്കെ പിന്നെ നെഹ്റുവിനെ ആ കാലത്തെ ലോകത്തെ പല ആളുകളെയും സ്വാധീനിച്ചതുപോലെ നെഹ്റുവിനെയും സ്വാധീനിച്ചിട്ടുണ്ടെന്നതാണ്. അതോടൊപ്പം നെഹ്റുവിനെ സ്വാധീനിച്ച വലിയൊരു ഘടകം എന്ന് പറയുന്നത് സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധവും ശാസ്ത്രത്തിൻ്റെ രീതികളും എന്നുള്ളതാണ്. കാരണം അത് ഒരു നവോത്ഥാന പ്രക്രിയയിലൂടെ നമുക്കറിയാം, 1400-കളിൽ തുടങ്ങി 1900-2000 വരെ വലിയൊരു ശാസ്ത്ര മുന്നേറ്റം, പ്രത്യേകിച്ചും വ്യവസായ വിപ്ലവത്തിന് ശേഷം ലോകത്താകെ നടക്കുന്നുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ ആദ്യം കോപ്പർനിക്കസ് ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് മാറി, ഭൂമിയല്ല പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, ഭൂമി അതിൻ്റെ ഒരു ഭാഗമാണ്, സൂര്യനാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്നല്ല, ഈ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്, വാസ്തവത്തിൽ ഭൂമിയാണ് സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ കോപ്പർനിക്കസ്, ഗലീലിയോ ദൂരദർശിനി കണ്ടുപിടിക്കുകയും അത് കുറച്ചുകൂടെ കൃത്യമാക്കുകയൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഐസക് ന്യൂട്ടൺ വരുന്നു. അപ്പോൾ നമുക്ക് പ്രപഞ്ചത്തിന് ഒരു സങ്കല്പം ഉണ്ടാകുന്നു, രൂപത്തേക്ക് ഒരു ഇതുണ്ടാകുന്നു. അങ്ങനെ പിന്നെ അതിനുശേഷം കെപ്ലർ, അതിനുശേഷം ഡാർവിൻ, ഗ്രിഗർ മെൻഡൽ, ഇതുപോലുള്ള ഒരുപാട് ശാസ്ത്ര രംഗത്തുള്ള സംഭാവനകൾ. അത് ഏറ്റവും അവസാനം ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇതിൽ ശാസ്ത്രത്തിൻ്റെ മേഖല നോക്കിയാൽ 2 തരം ശാസ്ത്ര വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ശാസ്ത്രത്തിൻ്റെ അറിവ്, ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായ കണ്ടുപിടുത്തങ്ങൾ, ടെക്നോളജിയും അത്തരം കണ്ടുപിടുത്തങ്ങളും ഒക്കെ ആയിട്ടുള്ളത്. മറ്റൊന്ന്, മൗലികമായി ഈ ജനങ്ങൾക്ക്, നമുക്കെല്ലാവർക്കും ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, ലോകത്തെക്കുറിച്ചുള്ള ധാരണകൾ, അതിനെ വല്ലാതെ മാറ്റിമറിക്കുന്ന സങ്കല്പനങ്ങൾ. അതാണ് ശാസ്ത്രത്തിൻ്റെ ഈ ആദ്യകാലത്ത് വലിയൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രപഞ്ചം എങ്ങനെ നിൽക്കുന്നു എന്ന് പറയുമ്പം ഗുരുത്വാകർഷണത്തിൻ്റെ ഒരു ഇതിലൂടെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് ചലനം, എല്ലാ ഇതും പരസ്പരം ഗുരുത്വാകർഷണത്തെ മറികടക്കാൻ ആവശ്യമായ ചലനം, പിന്നെ ഗുരുത്വാകർഷണം, ഇത് രണ്ടും കൂടെ ചേർത്ത് ഈ പ്രപഞ്ചം എങ്ങനെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് സംബന്ധിച്ചൊരു കൺസെപ്റ്റ് അതുവരെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ന്യൂട്ടൺ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോ ഇതിലും, അല്ലെങ്കിൽ മനുഷ്യനും ഈ ജീവികളെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു സൃഷ്ടിവാദത്തിനപ്പുറത്തേക്ക് നമുക്ക് ബോധ്യമാകുന്ന ഒരു വിശദീകരണം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഡാർവിൻ വന്നിട്ട്, അതിന് മുമ്പ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഡാർവിന് ശേഷം പോസ്റ്റ് ഡാർവിനിയൻ ഇവല്യൂഷണറി തിയറീസ് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് വാസ്തവത്തിൽ ഈ ഡാർവിൻ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അവസാനം അതിൻ്റെ ഭാഗങ്ങളിൽ നാച്ചുറൽ സെലക്ഷൻ എന്ന നിലയിലേക്ക് ജീവജാലങ്ങളുടെ ഉത്ഭവത്തെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കി കൊടുത്തത്. ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെക്കുറിച്ചും റിയാലിറ്റിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചൊക്കെയുള്ള ധാരണകൾ കൃത്യമാക്കുന്ന ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റങ്ങൾ നെഹ്റുവിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ കാൾ പോപ്പർ, അതുപോലുള്ള ശാസ്ത്രചിന്തകന്മാർ. ഇപ്പോൾ എന്താണ് ശാസ്ത്രത്തിൻ്റെ ഒരു മൗലികത എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും മൗലികമായ ശാസ്ത്രത്തിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് ഫാൾസിഫയബിലിറ്റിയാണ് എന്ന് കാൾ പോപ്പർ പറയുന്നുണ്ട്. ഫാൾസിഫയബിലിറ്റി എന്ന് പറയുമ്പോൾ ശാസ്ത്രം ഇന്നൊരു കാര്യം പറയുന്നു എന്നിരിക്കട്ടെ, കുറച്ചുകൂടി കൃത്യമായ തെളിവുകളും കൃത്യമായ സംഗതികളും വരുമ്പോൾ ആ ഒരു ഇന്ന് പറഞ്ഞൊരു കാര്യം പരിഷ്കരിക്കപ്പെടും, അല്ലെങ്കിൽ അതല്ല ശരി, ഇതാണ് ശരി എന്ന് വന്നാൽ ശാസ്ത്രം അത് അംഗീകരിക്കും. മതമോ മറ്റ് ഡോഗ്മകളോ അത് അംഗീകരിക്കണമെന്നില്ല. പക്ഷെ ശാസ്ത്രം അതിനെ അംഗീകരിക്കും കൃത്യമായിട്ട്. പുതിയ ഇതിനെ വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, സൗരയൂഥത്തിൽ ചെറുപ്പകാലത്തൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കുട്ടികൾ പഠിക്കുന്നത് സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളേ ഉള്ളൂ. പ്ലൂട്ടോയെ അതിൽ നിന്ന് മാറ്റി. എന്തുകൊണ്ടാണ് പ്ലൂട്ടോ അവിടെ ഇല്ലേ? ഉണ്ട്. പക്ഷേ ഗ്രഹം എന്ന ഒരു നിർവചനം പറയുമ്പോൾ അതിൻ്റെ ഒരു ഓർബിറ്റിനുള്ളിൽ അതായിരിക്കണം ഏറ്റവും പ്രോമിനൻ്റായ ഒരു സംഗതി.
ഒരു ഗ്രഹത്തെപ്പറ്റി പറയുമ്പോൾ ഒരു നിർവചനം അതാണ്. ഒരു ഗ്രഹം അതിൻ്റെ ഒരു ഓർബിറ്റിനുള്ളിൽ, അതിൻ്റെ കറങ്ങുന്ന ഒരു ഭ്രമണപഥത്തിനുള്ളിൽ ഏറ്റവും പ്രോമിനൻ്റായ സംഗതി ആ ഗ്രഹമായിരിക്കണം, ഏറ്റവും മാസ്, ഏറ്റവും ആകർഷണ ശക്തിയൊക്കെ അതിനായിരിക്കണം എന്നുള്ളതാണ്. ആ ഒരു നിർവചനത്തിൽ പ്ലൂട്ടോ അത്ര കൃത്യമായി വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പ്ലൂട്ടോയെ ഗ്രഹമല്ലാതാക്കി മാറ്റിയത്. അപ്പോൾ പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രം പരിഷ്കരിക്കപ്പെടുന്നു. അപ്പം നിരന്തരമായി പരീക്ഷണം ചെയ്തുകൊണ്ട് ഒരു സംഗതി തെറ്റാണോ എന്ന് തെളിയിക്കപ്പെടാനുള്ള ക്ഷമത ഉണ്ടാകുക എന്നതാണ് ഒരു സംഗതി ശാസ്ത്രീയമാണോ എന്ന് വിശദീകരിക്കുക എന്ന് വിലയിരുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ, മുന്നേറ്റങ്ങൾ, ആശയങ്ങൾ, ശാസ്ത്രത്തെ, പ്രപഞ്ചത്തെ മാറ്റിമറിക്കുന്ന കാഴ്ചപ്പാടുകളൊക്കെ നെഹ്റുവിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പം ഇങ്ങനെ ഇതെല്ലാം ചേർന്നതാണ് വാസ്തവത്തിൽ നെഹ്റു. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ആശയങ്ങളെല്ലാം ചേർന്നതായതുകൊണ്ടാണ് നെഹ്റു എന്ന ഒരു ആശയം, വ്യക്തി ചരിത്രപുരുഷൻ എന്നപ്പുറത്തേക്ക് ഒരു ആശയം ഉണ്ടാകുന്നത് എന്നതാണ്. എന്നാൽ ആ ചരിത്രപുരുഷൻ നിലയിൽ നെഹ്റുവിനെ കുറേ പേരൊക്കെ ഓർമ്മിക്കുന്നുണ്ടാകാം. പക്ഷെ ആശയം എന്ന നിലയിൽ നെഹ്റു തമസ്കരിക്കപ്പെടുകയാണ് എന്നതാണ് നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നിർഭാഗ്യവശാൽ നെഹ്റുവിനെ തമസ്കരിക്കുന്നത് തുടങ്ങി വെച്ചതാര്, അല്ലെങ്കിൽ തമസ്കരിക്കുന്നതിൽ പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു കൂട്ടരാരെന്ന് ചോദിച്ചാൽ നെഹ്റു കുടുംബം ഇന്നും പ്രധാനപ്പെട്ട അധികാരത്തിൽ പങ്കുവഹിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അവരാണ് വാസ്തവത്തിൽ നെഹ്റുവിൻ്റെ ഒരു വ്യക്തിപരമായ ഇതൊക്കെ ഉണ്ടാവാം, പക്ഷേ ആശയം എന്നതിൽ നെഹ്റുവിനെ ആദ്യം തള്ളിയത് കോൺഗ്രസ്സാണ്. 1900 ഇവിടെ പിന്നെ മൻമോഹൻ സിംഗിൻ്റെയും നരസിംഹറാവുവിൻ്റെയും കാര്യം പറഞ്ഞു. 1900 നെഹ്റുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭാവനകൾ, അദ്ദേഹം ഒരു സംഭാവന പറഞ്ഞു, അത് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഭാവനകൾ ഇന്ത്യക്ക് നൽകിയ ഒരു സംഭാവനകൾ, ഒന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതാണ് ഭരണത്തിന് നൽകിയത്. ആ മിശ്ര സമ്പദ് വ്യവസ്ഥയാണോ വേണ്ടതെന്ന് സംബന്ധിച്ചൊക്കെ തർക്കമൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ സോഷ്യലിസവും സ്വകാര്യ സ്വത്ത് തന്നെ കംപ്ലീറ്റ് ഇല്ലാത്ത എല്ലാം പൊതുമേഖലയിലാകുന്ന ഒരു ഇതുമൊക്കെ ഐഡിയലായി പറയുന്ന ആളുകളുണ്ട്. അത്തരം ആശയങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, പക്ഷേ എങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് വേണ്ടത്, ഒരു മിക്സ് എക്കോണമിയാണ് വേണ്ടത്. അപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡും പാലങ്ങളും നമ്മുടെ കെട്ടിടങ്ങളും അതുപോലെ അണക്കെട്ടുകളും അങ്ങനെയുള്ള അടിസ്ഥാന വ്യവസായ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത പദാർത്ഥങ്ങളും ഒക്കെ പൊതുമേഖല ഉണ്ടാക്കണം എന്നതാണ്. എന്നാൽ അതേസമയം ബാക്കി ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ സംരംഭങ്ങളും ധാരാളം ഉണ്ടാക്കണം. ഇങ്ങനൊരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നല്ലത് എന്ന രൂപത്തിലേക്ക് ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അത് എല്ലാം പൊതു ആക്കുന്നതിന് പറ്റിയില്ലെങ്കിലും അത്രയെങ്കിലും കൊണ്ടുവന്നു എന്നുള്ളത് നെഹ്റുവിൻ്റെ വലിയൊരു ഇതാണ്. പക്ഷേ ആദ്യം ആ മിശ്ര സമ്പദ് വ്യവസ്ഥയെ തകർത്തത് കോൺഗ്രസ്സാണ്. 1990-കളിൽ നരസിംഹറാവു വരികയും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ധനകാര്യമന്ത്രിയൊക്കെ ചെയ്യുന്ന സമയത്ത് പുതിയ സാമ്പത്തിക നയം വരികയാണ്. അപ്പോൾ ഉദാരവൽക്കരണം, ലിബറലൈസേഷനിലൂടെ വാസ്തവത്തിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് കൂടുതൽ ഈ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നത് മാറ്റി ഇന്നും കുറേ അതിൻ്റെ അംശങ്ങൾ നിലനിൽപ്പുണ്ടെങ്കിലും ഇന്ന് സ്വകാര്യ മേഖലയ്ക്ക് അങ്ങേയറ്റം എല്ലാം തുറന്നു കൊടുക്കുന്ന ഒരു ഇതിലേക്ക് മാറ്റി. അപ്പം നെഹ്റുവിൻ്റെ ആശയത്തിൽ ആദ്യം കടക്കൽ കത്തിവെക്കുന്നത് അതായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നെഹ്റുവിൻ്റെ മതേതരത്വം എന്ന ആശയമായാലും ശാസ്ത്രബോധം എന്ന ആശയമായാലും ഒക്കെ തന്നെ ആ സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ ആളുകൾ, ഇപ്പോൾ ബാബറി മസ്ജിദിൻ്റെ ശിലാന്യാസം നടത്തുന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ബാബറി മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ വിവരം കിട്ടിയിരുന്നു തകർക്കപ്പെടുമെന്ന്. പക്ഷേ ഒരിക്കൽ പോലും അതിനെ ഫലപ്രദമായി തടയുന്നതിന് അത് തകർക്കപ്പെടുന്നവരെ നടപടിയെടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആരാണ് നെഹ്റുവിനെ തമസ്കരിക്കുന്നതിൽ പങ്കുവയ്ക്കുമെന്ന് ചോദിച്ചാൽ നെഹ്റുവിനെ പിൻപറ്റുന്ന ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഉപ്പിന് ഉപ്പിൻ്റെ സ്വഭാവം ഇല്ലെങ്കിൽ ഉപ്പിലിട്ടതിന് പറയണോ എന്ന് ചോദിച്ചതുപോലെ നെഹ്റുവിൻ്റെ കോൺഗ്രസ്സിന് അത് നെഹ്റുവിനെ വേണ്ടെങ്കിൽ
പിന്നെ അടുത്ത് വരുന്ന സംഘപരിവാർ സംഘടനകൾക്ക് അതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ നെഹ്റുവിനെ ഇഷ്ടപ്പെടൂ. അവർക്ക് പിന്നെ ഗാന്ധിജിയെ വധിച്ചുവെങ്കിൽ പോലും ഗാന്ധിജിയെ പോലും ഇന്ത്യൻ മനസാക്ഷി, ഇന്ത്യൻ സോഷ്യൽ സൈക്കിയിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ഇത് എന്ന നിലയിൽ കുറച്ച് അംഗീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. പക്ഷേ എങ്ങനെ ഈ നെഹ്റുവിനെ ഇന്ത്യൻ മനസ്സിൽ നിന്ന്, ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന്, നെഹ്റുവിനെ മീൻസ് നെഹ്റുവിൻ്റെ അത്തരം ആശയങ്ങളെ ഇന്ത്യൻ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാനാണ് വാസ്തവത്തിൽ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നെഹ്റു വളരെ വളരെ പിന്നെ ഇതായിട്ട് ഇന്ത്യയിൽ നിന്ന് വാനിഷ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഞാൻ പറഞ്ഞ നെഹ്റു എന്ന പേരല്ല, നെഹ്റു കൊണ്ടുവന്ന ആശയങ്ങൾ, ഐഡിയൽസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമകാലികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ നെഹ്റുവിനെ വീണ്ടെടുക്കുക. നെഹ്റു എന്ന വ്യക്തിയെ, ആ ചരിത്ര പുരുഷനെ വീണ്ടെടുക്കുക എന്ന അർത്ഥത്തിലല്ല, അദ്ദേഹം കൊണ്ടുവന്ന ഈ ആശയങ്ങളെ വീണ്ടെടുക്കുകയും അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നതാണ് വാസ്തവത്തിൽ പുരോഗമനപരമായ, വാസ്തവത്തിൽ കുറച്ചെങ്കിലും അതിപ്പോൾ അത് ചെയ്യുന്നത് കുറച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ മാർജിനലൈസ്ഡായ ആളുകളുടെ കമ്മ്യൂണിറ്റീസാണ് എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഇന്നത്തെ സമകാലീന കടമ. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നാസ്തിക് നാഷൻ ഇങ്ങനൊരു വിഷയം ചർച്ചയ്ക്കെടുത്തത് വളരെ പ്രസക്തമാണ് എന്ന് തന്നെ ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ ആശയങ്ങളാണ്, ഞാൻ നേരത്തെ പറഞ്ഞ നെഹ്റുവിന് ഈ ആശയങ്ങളാണ് ആധുനിക ഇന്ത്യയുടെ അടിത്തറയായി മാറിയതെന്ന്. ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ വലിയ സംഘർഷം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാവി ഇന്ത്യ രൂപപ്പെടേണ്ടതിൻ്റെ ആശയങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് ഒരു വലിയ സംഘർഷം ഉണ്ടായിരുന്നു, നമുക്കെല്ലാം അറിയാം. ആ സംഘർഷത്തിൽ 2-3 താരകളുണ്ടായിരുന്നു. ഇപ്പോൾ തിലകനും ഗോഖലെയും അതുപോലുള്ള ആളുകൾ, അരവിന്ദ ഘോഷും അതുപോലെയുള്ള ആളുകൾ, പിന്നെ തുടങ്ങി സവർക്കർ വരെയുള്ള ആളുകൾ നയിക്കുന്ന ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയം, ഒരു ഭരണഘടന എന്നുള്ളത്. മറ്റൊന്ന് ഒരു മുതലാളി വെച്ചാൽ ഈ വ്യാപാരികളും അങ്ങനെയുള്ള ആളുകളുമൊക്കെ അവർ പിന്നെ മൂലധനത്തിൻ്റെ ആളുകളുമൊക്കെ അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ തങ്ങളുടെ ഒരു കാര്യങ്ങൾ, വ്യാപാരവും വ്യവസായവും ബിസിനസ്സും ഒക്കെ നടന്നു പോകുന്ന അങ്ങനെ ഒരു ഇന്ത്യ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുത്തേണ്ടത് എന്നായിരുന്നു അവരുടേത്. ഇതിന് രണ്ടിനും ഇടയിൽ നിന്നുകൊണ്ടാണ് മഹാത്മാഗാന്ധി ചമ്പാരൻ സമരത്തിലുമൊക്കെ 1919-20 കാലത്തിൽ പിന്നെ മുന്നോട്ട് വന്നതിലൂടെ പിന്നെ സോഷ്യലിസ്റ്റുകൾ ഒരുപാട് ധാരകളെല്ലാം ചേർന്നുകൊണ്ട് വാസ്തവത്തിൽ ഏറ്റവും സാധാരണക്കാരൻ്റെ അന്ത്യോദയ, ഏറ്റവും സാധാരണക്കാരൻ്റെ ഇന്ത്യ 1931 റൗണ്ട് ടേബിൾ കോൺഗ്രസ്സിൽ പോകുമ്പം മഹാത്മാഗാന്ധി അത് പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്കും ഇതെൻ്റെ ഇന്ത്യയാണ് എന്ന് തോന്നുന്ന ഒരു ഇന്ത്യ ആകണം ഈ സ്വതന്ത്ര ഇന്ത്യ എന്ന്. എങ്ങനെയാവണം സ്വതന്ത്ര ഇന്ത്യയുടെ കാഴ്ചപ്പാടെന്നൊരു പത്രപ്രവർത്തനം ചോദിക്കുമ്പോൾ മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇന്ത്യ ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഒരു അങ്ങനത്തെ ആശയങ്ങൾ ഒരുപാട് ചർച്ച നടന്നു. അതിനുശേഷം ഭരണഘടനാ അസംബ്ലിയിൽ വലിയ ചർച്ചകൾ നടന്നു. ഈ ചർച്ചകൾക്കെല്ലാം ശേഷമാണ് നമുക്കറിയാം ഇന്ത്യയുടെ ഭരണഘടന രൂപം കൊണ്ടത്. ആ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അടിസ്ഥാന ശിലയായുള്ള നമ്മുടെ പിന്നെ എന്താണ് നമ്മുടെ അതിൻ്റെ ആമുഖം, നമ്മൾ ഇപ്പം നവംബർ ഡിസംബർ മാസം കാലമാണ്, മഞ്ഞുകാലം വരാൻ പോവുകയാണ്. മഞ്ഞ് സമയത്ത് നമുക്കറിയാം ഈ ഇലത്തുള്ളികളിലൊക്കെ, ഈ ചെറിയ ചെറിയ ഇലകളിലൊക്കെ നോക്കിയാൽ മഞ്ഞുതുള്ളികൾ കാണാം. ഓരോ മഞ്ഞുതുള്ളിയിലും പ്രഭാതത്തിലൊക്കെ വിശേഷിച്ചും സൂക്ഷിച്ചു നോക്കിയാൽ പ്രപഞ്ചമാകെ പ്രതിഫലിക്കുന്നത് കാണാം. മഞ്ഞുതുള്ളിയിൽ പ്രപഞ്ചം പ്രതിഫലിക്കുന്നത് പോലെ നമ്മുടെ ഇന്ത്യൻ ജനകോടികളുടെ, അന്ന് കത്തക്കാലത്ത് ഒരു 35-40 കോടി ആളുകൾ, 36 കോടി ആളുകളോ മറ്റാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1940 കോടി ആളുകളോളം ആയിരിക്കും വരിക. 30-ലാണ് ഏതാണ്ട് 35 കോടി ആളുകൾ ഇന്ത്യയിലുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഈ ജനകോടികളുടെ ആശയാഭിലാഷങ്ങൾ എങ്ങനെ ആറ്റിക്കുറുക്കിയതാണ് അതിൻ്റെ ആമുഖം, പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അത് തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. ലോകത്തെ പല ഭരണഘടനകളിലും ഒക്കെ പരിശോധിച്ചിട്ട് ഇന്ത്യയിൽ വരുമ്പോൾ ഭരണഘടനാ അസംബ്ലിയിൽ ഭരണഘടന ആദ്യം തുടങ്ങുന്നത് ഒരു പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു വാചകത്തോടെ കവിതയോടുകൂടിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇൻവക്കേഷൻ ടു ദ മ്യൂസസ് എന്ന് പറയുന്നത് പോലെ. എന്നാൽ അത് വേണ്ട, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങിയാൽ മതി എന്ന് ഒരു ചർച്ചകൾക്ക് അവസാനം ഒട്ടിനിട്ട് തീരുമാനിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവസാനം ഈ ഭരണഘടനാ അസംബ്ലി തീരുമാനിക്കുകയായിരുന്നു. അത് നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ഇതായിട്ട് വെച്ചാൽ ഒരു പുരോഗമനപരമായ വീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്കായി മാറുന്നത്. മതേതരത്വവും ഈ പറയുന്ന സോഷ്യലിസവും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും അംബേദ്കർ പറയുന്നുണ്ട് സമത്വം, സാഹോദര്യം, സാമൂഹ്യ നീതി,
എന്നിവ പുലരുന്നതിന് ജസ്റ്റിസ്, സോഷ്യൽ ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി പിന്നെ എന്ന് പറയുന്ന പിന്നെ ആ കാര്യങ്ങളിൽ പിന്നെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ജസ്റ്റിസ് എന്ന് പറയുന്ന ഈ കാര്യങ്ങളിൽ വാസ്തവത്തിൽ സോഷ്യലിസവും മതേതരത്വവും അടങ്ങിയിട്ടുണ്ട്. ഇത് പരസ്പരം മാറ്റാൻ പറ്റില്ല. മതേതരത്വവും സാമൂഹ്യനീതിയും ഇല്ലാതെ സാഹോദര്യമോ സമത്വമോ പുലരുകയില്ല എന്ന് ഗാന്ധിജി എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് വാസ്തവത്തിൽ പിന്നെ ഈ ഭരണഘടന ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉള്ള ഒരു ഭരണഘടനയായിരുന്നു നമുക്ക്. അതാണ് വിഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ്. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നാം എത്തേണ്ടത് അവിടെയല്ല. എല്ലാവർക്കും ഒരു വോട്ട്, എല്ലാവർക്കും ഒരേ മൂല്യം. ഇതാണ് നാം എത്തേണ്ട അത്തരമൊരു പുരോഗമനപരമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിന് പരിണമിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭരണഘടനയ്ക്ക് അധികകാലമൊന്നും സാർത്ഥകമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അംബേദ്കർ അന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞത്. ഈ ഭരണഘടന ഇവിടെ തുടങ്ങുന്ന ഒരു ആശയം നൽകുകയാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. എത്തിച്ചേരേണ്ടത് എല്ലാവർക്കും ഒരു വോട്ട്, എല്ലാവരും തുല്യരാണ്. നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അന്തിമമായ ഒരു തലം എന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 1% ആളുകൾ 70% വിഭവങ്ങൾ വശം വയ്ക്കുന്ന ഓക്സ്ഫാം റിപ്പോർട്ടിൻ്റെ കണക്ക് ഇവിടെ പറഞ്ഞു. അതുപോലുള്ള ഒരു ഇനിക്വാലിറ്റി, തീരാത്ത അസമത്വങ്ങളുടെ ഒരു ഇന്ത്യ. ഇപ്പോൾ രാംഗ്ദാസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് പറയുന്നുണ്ട്, ഒരു ഇന്ത്യയല്ല, ഒന്നിലേറെ ഇന്ത്യകൾ ഈ രാജ്യത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു അസമത്വങ്ങളുടെ രാജ്യമായി ഈ രാജ്യം മാറിയത് ക്കുന്ന സമയത്ത് ഭരണഘടനാ ശില്പികളുടെ ഇത് നേരെ തിരിച്ചായിരുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ആശയമാണ് തമസ്കരിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് ആ ആശയത്തെ തിരിച്ചു പിടിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നതാണ്. പക്ഷേ അതിൽ നെഹ്റു ഇങ്ങനെ പല ആശയങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന നെഹ്റുവിൻ്റെ സയൻറ്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം എന്നതും അതുമായി ബന്ധപ്പെട്ട് സമകാലീന ഇന്ത്യയും നെഹ്റുവിൻ്റെ ശാസ്ത്രീയ വീക്ഷണവും എന്നുള്ള കാര്യത്തിൽ ഊന്നി നിൽക്കണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതിലാണ് ഞാൻ എൻ്റെ അടുത്ത ഭാഗത്തേക്ക് വന്നിട്ട് ആ കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമുക്കറിയാം സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് തന്നെ ഇന്ത്യക്ക് നൽകിയത്, ലോകത്തിന് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ് നമുക്കറിയാം. ഞാൻ ഈ സയൻറ്റിഫിക് ടെമ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതലായി ആശ്രയിക്കുന്നത് പിന്നെ ജേണൽ ഓഫ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഇതിൽ സുബോധ് മഹന്തി വലിയൊരു അനാലിസിസ് നടത്തിയിട്ടുണ്ട്. അതാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. കൂടുതലും എൻ്റേതായ ഒരു കാഴ്ചപ്പാട് മാത്രമല്ല എന്നുള്ളതാണ്. നമ്മൾ നോക്കിയാൽ നെഹ്റു ശാസ്ത്രത്തെ മനസ്സിലാക്കുന്നത് ഒരിക്കലും നെഹ്റു പിന്നെ അതിനെക്കുറിച്ച് നെഹ്റു പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ രീതിയെക്കുറിച്ചാണ് പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ രീതി, ദ വേ ഓഫ് സയൻസ് എന്നതാണ്. അതിലാണ് കൂടുതൽ നെഹ്റു ആകർഷണമായിട്ടുള്ളത്. അല്ലാതെ ശാസ്ത്രത്തിൽ അതിൻ്റെ ഉള്ളടക്കത്തിലല്ല. അത് പിന്നെ നെഹ്റു പറയുന്നുണ്ട്. നെഹ്റു ഒരു 5 തലത്തിലാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ ശാസ്ത്രത്തെ ഇന്ത്യൻ രാഷ്ട്രീയവുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയും ആയിട്ട് കണക്ട് ചെയ്തത് എന്നുള്ളതാണ്. ഒന്ന്, ശാസ്ത്രം ഇന്ത്യയെ ആധുനികവൽക്കരിക്കാനുള്ള, മോഡേണൈസ് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ശാസ്ത്രീയ ചിന്താധാര എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു പൊതുബോധമാകണം, ശാസ്ത്രബോധം പൊതുബോധമാകണം എന്നതാണ്. മൂന്നാമത്തത്, യുക്തിചിന്തയും മതേതരത്വവും ഈ രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കണം എന്നതാണ്. അതാണ് പിന്നീട് 51AH എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയുടെ 51AH എന്ന് പറയുന്ന മൗലിക കടമകളുടെ കൂട്ടത്തിൽ ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ടു ഫോസ്റ്റർ സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സയൻറ്റിഫിക് എന്ന് പറയുന്ന ഒരു ക്ലോസ് അതിനകത്ത് എഴുതി ചേർക്കാൻ കാരണം എന്നത്, അത് നേരത്തെ തന്നെ ആശയങ്ങളുണ്ട് എന്നതാണ്. അതുപോലെ പ്രധാനപ്പെട്ടത് ധാരാളം ശാസ്ത്ര സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടണം എന്നതാണ്. അഞ്ചാമത്തെ കാര്യം, ശാസ്ത്രം ജനാധിപത്യബോധത്തിൻ്റെ, ഉയർന്ന ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു മുന്നുപാധിയാണ് ശാസ്ത്രം എന്നതാണ്. ഒരു പ്രീ കണ്ടീഷനാണ് ശാസ്ത്രീയ വീക്ഷണമുള്ള ഒരു ജനത. അതാണ് നെഹ്റു, അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതാണ് നെഹ്റു പറഞ്ഞ, നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ഇതിൽ ബാക്കി സമയത്ത് ഞാൻ വേഗത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞു,
നെഹ്റു ശാസ്ത്രത്തെ വീക്ഷിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ഉള്ളടക്കത്തെക്കാളേറെ ശാസ്ത്രത്തിൻ്റെ രീതിയെ എന്നാണ്. മൈ ഓൺ ഇൻട്രസ്റ്റ് ഇൻ സയൻസ് എറൈസസ് നാച്ചുറലി ഫ്രം ദ സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് സയൻസ് ദാൻ സയൻസ് ഇറ്റ് സെൽഫ് എന്നാണ് നെഹ്റു പറഞ്ഞത്. ശാസ്ത്രത്തെ അല്ല, അതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസസിനെയാണ് വാസ്തവത്തിൽ അതിലാണ് എനിക്ക് താല്പര്യം എന്ന് അദ്ദേഹം പറയുന്നത്. Science was not merely an individual search for truth, but it should be an integral part of one's thinking and action. ആളുകൾക്ക് സത്യം അന്വേഷിക്കാനുള്ളൊരു വഴി മാത്രമല്ല, പിന്നെയോ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം ശാസ്ത്രബോധം എന്നതാണ്. നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ തിയറി അനുസരിച്ച് റോക്കറ്റ് വിടുന്നു, എന്നിട്ട് വൈകുന്നേരം നിങ്ങൾ വീട്ടിൽ പോയി തികച്ചും അശാസ്ത്രീയമായ ഒരു ജീവിത രീതി വിടുന്നു. അതല്ല വേണ്ടത് എന്നാണ് നെഹ്റു പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ നമ്മുടെ പല സയൻറ്റിസ്റ്റുകളും നമുക്കറിയാമല്ലോ, നമുക്ക് രണ്ട് ചെരുപ്പുണ്ടെന്ന് പറയുന്ന പോലെ ഇത്തരം പുരോഗമന ശാസ്ത്രീയ വീക്ഷണങ്ങളൊക്കെ നമ്മൾ പുറത്തൊക്കെ പറയും, പക്ഷേ വീട്ടിൽ കയറിയാൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ വളരെ അശാസ്ത്രീയമായി ജീവിക്കുകയും ചെയ്യും എന്നതാണ്. അതല്ല വേണ്ടത്, ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഇതാണ് നെഹ്റു പറഞ്ഞ പ്രധാനപ്പെട്ട. സയൻസ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് മിയർലി ലുക്കിംഗ് അറ്റ് ടെസ്റ്റ് ട്യൂബ്സ് ആൻഡ് മിക്സിംഗ് ഡിഫറെൻറ്റ് ഗ്യാസസ് ആൻഡ് പ്രൊഡ്യൂസിങ് തിങ്സ് ബിഗ് ഓർ സ്മോൾ ഗാഡ്ജറ്റ്സ്. Science ultimately is a way of training the minds and the minds working and their whole life functioning according to the ways and methods of science. നമ്മുടെ മനസ്സുകളെ രൂപപ്പെടുത്താനുള്ള ഒരു രീതിയാണ് ശാസ്ത്രം എന്നതാണ്. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താനുള്ളൊരു രീതിയാണ് ശാസ്ത്രം എന്നതാണ്. ഓഫ് ദെയർ ഹോൾ സ്ട്രക്ചർ സോഷ്യൽ ആൻഡ് അതർ ഫങ്ഷനിങ് അക്കോർഡിംഗ്. ഈ സമൂഹത്തിൻ്റെ മുഴുവൻ സ്ട്രക്ചറുകളും ആ രീതിക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ശാസ്ത്രമാകുന്നത് എന്നതാണ്. എന്ന് മാത്രമല്ല, പിന്നെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കേണ്ട ഒരു ഉപാധിയായിട്ട് ശാസ്ത്രം വരണമെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്. വി ഹാവ് ടു ഫേസ് മേജർ പൊളിറ്റിക്കൽ ഇക്കണോമിക് ആൻഡ് ഇൻ ദ മെയിൻ സോഷ്യൽ പ്രോബ്ലംസ്. നമുക്കൊരുപാട് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ഈ രാജ്യം പുരോഗമിക്കുന്നതിന് അവയെല്ലാം തടസ്സമാണ്. It is clear we cannot solve these problems without taking recourse to science and its application. ശാസ്ത്രത്തെയും ശാസ്ത്രത്തിൻ്റെ ആപ്ലിക്കേഷനെയും പ്രയോഗങ്ങളെയും ആശ്രയിക്കാതെ നമുക്ക് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല. ഇതാണ് നമുക്കറിയാമല്ലോ, പ്രധാനപ്പെട്ടൊരു നമ്മൾ പലരും കേട്ടിട്ടുള്ളൊരു സാധനമാണ് ഫക്ര നങ്കൽ എന്ന് പറയുന്ന അണക്കെട്ടുകളിൻ്റെ പറ്റി അദ്ദേഹം അതിൻ്റെ ഒരു ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്, അണക്കെട്ടുകളും ഫാക്ടറികളും ശാസ്ത്ര സ്ഥാപനങ്ങളുമാണ് ഇനി നമ്മുടെ അമ്പലങ്ങൾ, ടെമ്പിൾസ് എന്ന് പറയും. ടെമ്പിൾസ് ഓഫ് ഇന്ത്യ എന്നൊരു പ്രധാനപ്പെട്ട ഇത് തന്നെയുണ്ട്. അതാണ് നമ്മുടെ അമ്പലങ്ങൾ, അല്ലാതെ അമ്പലങ്ങളല്ല സ്ഥാപിക്കേണ്ടത് എന്ന് നെഹ്റു പറഞ്ഞു. അപ്പോൾ അണക്കെട്ടുകളും ഫാക്ടറികളുമാണ് നമ്മുടെ അമ്പലങ്ങളാകേണ്ടത് എന്ന് നെഹ്റു പറഞ്ഞ കാലത്ത് നിന്ന് ഇന്ന് അമ്പലങ്ങൾ ഫാക്ടറികളായി മാറുന്ന കാലത്തേക്ക് നമ്മൾ മാറിയിരിക്കുന്നു എന്നതാണ്. അതിൻ്റെ വിശദാംശം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ എന്നൊരു പ്രയോഗവും സയൻറ്റിഫിക് ടെമ്പർ പോലെ ജവഹർലാൽ നെഹ്റു കോയിൻ ചെയ്തൊരു പ്രയോഗമാണ്. Dams, scientific research institutes, power plants and steel plants that were being built after India's independence. അതായിരിക്കണം. He said this while inaugurating the Phakra Nangal Dam in 1954. അപ്പോൾ പറഞ്ഞതാണ്. ഇനി it is science alone that can solve the problems of hunger and poverty. ലോകത്തിൻ്റെ ദാരിദ്ര്യവും ലോകത്തിൻ്റെ വിശപ്പുമൊക്കെ മാറ്റാൻ സയൻസിനെ അല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. അതുകൊണ്ട് സയൻസാണ് ലോകത്തിൻ്റെ, നമ്മുടെ സഹോദരൻ അയ്യപ്പൻ പാടിയതുപോലെ, കോടി സൂര്യൻ ഉദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുറന്ന് സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ. 1917 സഹോദരൻ അയ്യപ്പൻ സയൻസ് ദശകം എഴുതുന്നത്. സയൻസാൽ ദീപ്തമീ ലോകം, സയൻസാൽ അഭിവൃദ്ധികൾ, സയൻസെന്നെ തമസ്സെല്ലാം, സയൻസിന് തൊഴുന്നു ഞാൻ അന്നാണ് അദ്ദേഹം പാടിയത്. അപ്പോൾ സയൻസിനെ സയൻസ് അത്രമാത്രം ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മൂവിങ് ഫോഴ്സാണ്, ഡ്രൈവിംഗ് ഫോഴ്സാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളായിരുന്നു നെഹ്റു എന്ന് പറയുന്നത്. അവിടെ വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടെ നെഹ്റു വിശദീകരിക്കുന്നുണ്ട്. വാട്ട് ഈസ് സയൻറ്റിഫിക് ടെമ്പർ, എന്താണ് ഈ ശാസ്ത്രബോധം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് എ ഫ്രീ മാൻ ഇൻ എ ഫ്രീ സൊസൈറ്റി.
സ്വതന്ത്രമായ ഒരു സമൂഹത്തിൽ ഒരു സ്വതന്ത്രനായ മനുഷ്യൻ ഉണ്ടാകുന്ന ഒരു അയാളുടെ ഒരു മനസ്സിനെയാണ്, അയാളുടെ ഒരു ആത്മസത്തയാണ് വാസ്തവത്തിൽ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. അതൊരു ജീവിത രീതിയാണ്. എ പ്രോസസ് ഓഫ് തിങ്കിങ്, എ മെത്തേഡ് ഓഫ് ആക്ടിങ് ആൻഡ് അസോസിയേറ്റിംഗ് വിത്ത് അവർ ഫെല്ലോ മെൻ. സ്വയം പ്രവർത്തിക്കുന്നതിന്, നമ്മുടെ സഹജീവികളുമായി ബന്ധപ്പെടുന്നതിനുള്ള ഒരു രീതിശാസ്ത്രം കൂടിയാണ് ശാസ്ത്രം എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരമ്പരാഗത വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ റീഡിഫൈൻ ചെയ്യാൻ, പുനരാവിഷ്കരിക്കാൻ സയൻസ് നമ്മളെ പ്രേരിപ്പിക്കുന്നു, നമുക്ക് ശക്തി തരുന്നു. അതുകൊണ്ട് ശാസ്ത്രമാകണം ഇന്ത്യയിൽ വളരേണ്ടത് എന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിച്ചിട്ടില്ല എന്ന് നെഹ്റു പറയുന്നു. നെഹ്റു പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ട്, പക്ഷേ അവരെല്ലാം ഈ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷേ അവരുടെ വീക്ഷണമെല്ലാം വളരെ പഴയതാണ് എന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പല ചരിത്രകാരന്മാരും ചരിത്രത്തെ ശാസ്ത്രത്തിൻ്റെ ഒരു മൂശയിലിട്ട് പുനരാവിഷ്കരിക്കണമെന്നതാണ്. വെറും രാജാക്കന്മാരുടെ കഥകളുടെ അനക്ഡോട്ട്സ് ആവരുത് ചരിത്രം എന്ന് പറയുന്നത് ജനങ്ങളുടെ മാറ്റങ്ങളുടെ ഇതായിരിക്കണം എന്ന് കൊസാംബിയൊക്കെ ചരിത്രം എഴുതുന്ന രീതിയിലേക്ക് മാറണമെന്ന് നെഹ്റു അന്നേ പറഞ്ഞിരുന്നു എന്നതാണ്. പക്ഷേ നമ്മുടെ ചരിത്രകാരന്മാർ അങ്ങനെ അല്ല എന്നതാണ്. രണ്ടാമത് നെഹ്റു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ശാസ്ത്രീയ ചിന്താധാര നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പൊതുബോധമാകണം എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ എവ്രി വൺ ഷുഡ് ബി ഏബിൾ ടു ക്വസ്റ്റ്യൻ ആൻഡ് നോട്ട് ടു അക്സെപ്റ്റ് ട്രഡിഷൻ സിംപ്ലി ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് ട്രഡിഷൻ. പാരമ്പര്യമായ വിശ്വാസ പ്രമാണങ്ങളെ അത് പാരമ്പര്യ വിശ്വാസ പ്രമാണങ്ങളാണുകൊണ്ട് മിണ്ടരുത് എന്നല്ല, ചോദ്യം ചെയ്യാൻ ഓരോ മനുഷ്യനും തയ്യാറാകണമെന്ന് നെഹ്റു വളരെ പ്രത്യേകമായി പറഞ്ഞു. ബട്ട് ഈവൻ ടുഡേ ഇറ്റ് ഈസ് സ്ട്രേഞ്ച് ഹൗ വി സഡൻലി ബിക്കം ഓവർവെൽമഡ് ബൈ ട്രഡിഷൻ. പക്ഷേ ഇപ്പോഴും പാരമ്പര്യം എന്ന് കേട്ടാൽ നമ്മൾ വല്ലാതെ ആവേശം കൊള്ളുന്നു. ഇത് പാടില്ലെന്ന് അത് പാടില്ലെന്ന് അന്ന് നെഹ്റു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രബോധമായിരിക്കണം മനുഷ്യൻ്റെ വീക്ഷണത്തിൻ്റെ മൗലികമായ മൂവിങ് ഫോഴ്സ് എന്നാണ് നെഹ്റു പറഞ്ഞത്. അവിടെ ഒരു കാര്യം കൂടി ഇതിൽ നിന്ന് അല്പം മാറി ഞാൻ പറയേണ്ടതുണ്ട്. എന്താണ് ഈ ശാസ്ത്രബോധവും ശാസ്ത്രത്തിലെ അറിവും? ഒരാൾ ശാസ്ത്രബോധമുള്ള ആളെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ ശാസ്ത്രീയ കാര്യങ്ങളെപ്പറ്റി മൊത്തം സയൻറ്റിഫിക് തിയറിയെപ്പറ്റി ഉള്ള അറിവൊന്നും അതൊന്നും അറിയാത്ത ഒരു സാധാരണ മനുഷ്യനും ശാസ്ത്രബോധമുണ്ടാകാം. അതൊരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് അത് വേറൊന്നാണ്. അത് പ്രധാനമായിട്ടും നമുക്ക് ഉള്ളൊരു മനോഭാവമാണ്. എന്താണ് ആ മനോഭാവം എന്ന് വെച്ചാൽ, ഒരു കാര്യം കേട്ടാൽ അതുപോലെ വിശ്വസിക്കുകയോ, ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് അങ്ങ് ധരിക്കുകയോ, അങ്ങനെ ചെയ്യുന്നതല്ല. മറിച്ച് നമ്മുടെ അനുഭവങ്ങളെ വിശദമായി വിലയിരുത്തുക. ആ അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അറിവിനെ നമ്മൾ നിരീക്ഷണങ്ങളിലൂടെ സ്ഫുടം ചെയ്തെടുക്കുക. അങ്ങനെ നിരീക്ഷണങ്ങളിലൂടെ സ്ഫുടം ചെയ്യാനായി സംശയിക്കുക, ചിന്തിക്കുക, ചോദ്യം ചെയ്യുക, നിഗമനങ്ങളിലെത്തുക, അതിൽ നിന്ന് അടുത്ത നിഗമനങ്ങളിലേക്ക് എത്തുക, അങ്ങനെ സത്യങ്ങളുടെ ഓരോ തലത്തിലേക്കും എത്തുക. ഇതാണ് ദ വേ ഓഫ് സയൻസ് എന്ന് പറയുന്നത്, എംപിരിസിസം എന്ന് പറയും. ഇപ്പോൾ ആദ്യത്തെ ഒരു ശാസ്ത്രീയമായ ഒരു അറിവ് എന്ന് പറയുന്നത്, കൃത്യമൊന്നല്ല ഞാൻ പറയുന്നത്, ഏറ്റവും പ്രിമിറ്റീവായ ഒരു ശാസ്ത്രീയ അറിവെന്ന് പറയുന്നത് ഒരു കമ്പ് വളച്ചു വെച്ചാൽ അതിൽ ശക്തി സംഭരിക്കപ്പെടും എന്നതാണ്. അപ്പോൾ ആ ഒരു കമ്പ് വളച്ചു വെച്ചാൽ അതിൽ ശക്തി സംഭരിക്കപ്പെടുന്നത് മനുഷ്യൻ അവൻ്റെ അനുഭവത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത്, അല്ല ഒരു തിയറിയിൽ നിന്നൊന്നുമല്ല മനസ്സിലാക്കിയത്. പക്ഷെ ആ അനുഭവത്തിൽ നിന്നാണ് അവൻ അമ്പും വില്ലും എന്നൊരു ആയുധം ഉണ്ടാക്കുന്നതെന്ന്. അല്ലെങ്കിൽ ഒരു മൃഗത്തെ ഒരു സാധാരണ കല്ലുകൊണ്ട് എറിയുന്നതിന് പകരം കൂർപ്പിച്ച കല്ലുകൊണ്ട് അതിനെ കുറച്ചുകൂടി ഒരു ഇതാക്കി മാറ്റിയാൽ, ആ കല്ല് ഉപയോഗിച്ച് എറിഞ്ഞാൽ എളുപ്പത്തിൽ ഒരു മൃഗം വീഴുമെന്നുള്ള അറിവാണ് പുരാതന ശിലായുഗത്തിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് മനുഷ്യൻ പോകാനുള്ള കാരണം. അപ്പോൾ ഈ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക എന്നതാണ് എംപിരിസിസം. അതാണ് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രചിന്തയുടെ അല്ലെങ്കിൽ ശാസ്ത്രബോധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രീ കണ്ടീഷൻ. ഇന്ന് നിങ്ങൾക്ക് ഉണ്ടോ എന്നതാണ്. ഒരു കാര്യം കേട്ടൊരെണ്ണം വിശ്വസിക്കുകയാണോ? അല്ല, അതിൻ്റെ ഇത് ശരിയാണോ, വസ്തുതാപരമായി ഇതാണോ എന്നതാണ്. അത് നമ്മുടെ സാമാന്യ ബോധത്തിൽ അതല്ല വിഷയം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് എൻറ്റയർലി വേറൊരു വിഷയമാണ്. എന്താണ് കോമൺ സെൻസ്, സാമാന്യ ബോധവും സയൻറ്റിഫിക് ടെമ്പറും തമ്മിലുള്ള വ്യത്യാസമെന്ന്. സയൻറ്റിഫിക് ടെമ്പർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് എന്നതാണ്. അത് വേറൊരു മേഖലയാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ രണ്ടാമത്തെ കാര്യം ഒബ്ജക്റ്റിവിറ്റിയാണ്. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് സയൻസ് കണക്കിലെടുക്കുന്നത് എന്നതാണ്. ആത്മനിഷ്ഠമായ കാര്യങ്ങളെ സയൻസ് കണക്കിലെടുക്കാറില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ ആരെങ്കിലും ചോദിക്കുകയാണ്, യേശുദാസിൻ്റെ പാട്ടാണോ ജയചന്ദ്രൻ്റെ പാട്ടാണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ കുറേ പേര് പറയും യേശുദാസിൻ്റെ പാട്ടാണ് നല്ലതെന്ന്. വേറെ ചില പേര് പറയും അങ്ങനെയല്ല, കരിമുകിൽ കാട്ടിലെ എന്ത് സാന്ദ്രമായിട്ടാണ് ജയചന്ദ്രൻ പാടുന്നത്.
യേശുദാസ് കുറച്ചുകൂടി ക്ലാസിക്കലായി പാടുന്നുണ്ടാവും. പക്ഷേ എനിക്ക് ജയചന്ദ്രനെ ഇഷ്ടം എന്ന് പറയാൻ പറ്റും. ഇത് ശാസ്ത്രീയമായി നമുക്ക് തെളിയിക്കാൻ അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് മനോഭാവത്തെ, ഇത് നമ്മുടെ ഒരു ഐഡിയൽ ആയിട്ടുള്ള പെർസെപ്ഷൻ്റെ ഒരു പ്രശ്നമാണ്, ഒരു കാര്യമാണ്. അപ്പോൾ അത് ഒബ്ജക്റ്റീവ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതേസമയം വേറെ ചില കാര്യങ്ങൾ നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് അത് ശരിയാണോ, ഇവിടുന്ന് നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തമ്പാൻ്റെ നടന്നെത്താം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ സാധാരണ സ്പീഡ് വെച്ച് അല്ലെങ്കിൽ മാക്സിമം സ്പീഡ് വെച്ച് നമ്മൾ പറയും. ഒരാൾ പറയുകയാണ് അല്ല നമുക്ക് നടന്നെത്താൻ 2 മണിക്കൂർ വേണം എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് പരീക്ഷിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം പിന്നെ മറ്റത് പറ്റത്തില്ല എന്നതാണ്. മറ്റത് അത് ആത്മനിഷ്ഠ. അപ്പോൾ അതുകൊണ്ട് ആത്മനിഷ്ഠമായ കാര്യങ്ങൾ പിന്നെ ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്ന അതല്ല, അത് വേറൊരു മേഖലയാണ് എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റിവിറ്റിയാണ് സയൻറ്റിഫിക് ടെമ്പറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. മൂന്നാമത്തെ സാധനം റിപ്പീറ്റബിലിറ്റി എന്നാണ്, ആവർത്തനക്ഷമത. ഒരു കാര്യം ശാസ്ത്ര വസ്തുതയാണെന്ന് ആകണമെങ്കിൽ അത് ആവർത്തിച്ച് ഉൾക്കൊള്ളണം. ഇപ്പോൾ ഹോമിയോ ഒരു മരുന്ന് കഴിച്ചിട്ട് പിന്നെ കോവിഡ് എനിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ, അത് ഒരാൾക്ക് വന്നിട്ടില്ല എന്നത് ശരിയായിരിക്കാം, പക്ഷേ അതൊരു ശാസ്ത്ര സത്യമാകില്ല. ശാസ്ത്ര സത്യമാകണമെങ്കിൽ ജനസംഖ്യയിൽ ഒരു 10-70% അല്ലെങ്കിൽ ഏതാണ്ട് എല്ലാവർക്കും പിന്നെ ആ പ്രതിരോധ ശക്തി കിട്ടണം എന്നതാണ്. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അതൊരു സത്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്നതാണ്. ഇപ്പം ഒരു കാര്യം, ഒരു മരുന്ന് ഒരാൾ കഴിക്കുമ്പം പനി മാറി എങ്കിൽ അത് ഇന്ത്യയിലുള്ള ആൾ കഴിക്കുമ്പോഴും ഓസ്ട്രേലിയയിലുള്ള ആൾ കഴിക്കുമ്പോഴും അമേരിക്കയിലുള്ള ആൾ കഴിക്കുമ്പോഴും പനി മാറണം എന്നതാണ്. അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ അത് വസ്തുത. അപ്പം ഒരു ശാസ്ത്ര പരീക്ഷണം അല്ലെങ്കിൽ ശാസ്ത്രീയ വസ്തുത നിരവധി പ്രാവശ്യം ആവർത്തിക്കുന്നതിലൊന്നും ഫലങ്ങളിലൊന്നും തെറ്റുന്നില്ലെങ്കിൽ മാത്രമേ അത് ശാസ്ത്രീയ വസ്തുതയായി അംഗീകരിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ ഒരിടത്ത് അത് പനിച്ചു, ചില അനുഭവ സാക്ഷ്യങ്ങൾ, ടെസ്റ്റിമോണിയൽസ് പറയുന്നത് പോലെ ഞാൻ മറ്റേ പത്രത്തിൽ കടന്നു, അതോടുകൂടി എൻ്റെ പനി പോയി എന്ന് പറഞ്ഞിരുന്നു, വേറൊന്നും കഴിച്ചില്ല, ഇന്നലെ പാരസെറ്റമോൾ കഴിച്ചിരുന്നു എന്നുകൂടെ പറയുന്ന രൂപത്തിലുള്ള സാധനമല്ല എന്നതാണ്. മറ്റൊന്ന് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ വിശദീകരിച്ച ഫാൾസിഫയബിലിറ്റിയാണ്. ശാസ്ത്രം ഒരു കാര്യം ആവർത്തിച്ച് ഇങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ക്ഷമത നിലനിൽക്കുന്നു. ഇനിയും ഇപ്പം നമ്മൾ വസ്തുതാപരമായി ശാസ്ത്രീയമാണെന്ന് പറയുന്ന ചില കാര്യം കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ടത്ര ശാസ്ത്രീയമല്ല എന്ന് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്നേക്കാം. അത് ആ പുതിയ തെളിവുകളെ അംഗീകരിക്കാനുള്ള മനസ്സിനാണ്, കഴിവിനെയാണ് ശാസ്ത്രീയ ഫാൾസിഫയബിലിറ്റി എന്ന് കാൾ പോപ്പറൊക്കെ പറയുന്നത്. അത് നിങ്ങൾക്കുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ ശാസ്ത്രബോധമുള്ള ഒരാളല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസം, അത് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെറ്റാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകുന്നൊരു മനസ്സുണ്ടാകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മറ്റൊന്ന് സുതാര്യത എന്നതാണ്. അതായത് അതൊരു ട്രാൻസ്പെറൻസി എന്നാണ്. ശാസ്ത്രത്തിൽ നിങ്ങളൊരു കാര്യം കണ്ടുപിടിച്ചാൽ നിങ്ങൾ മാത്രമായിട്ടത് അംഗീകരിക്കലല്ല, അത് വലിയ ജേർണലിലൊക്കെ പ്രസിദ്ധീകരിച്ച് ഒരുപാട് പിയർ ഗ്രൂപ്പുകളിൽ അതിൻ്റെ വിലയിരുത്തൽ നടത്തി അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് നിലനിൽക്കും. അതുകൊണ്ടാണ് പല പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുള്ള പല സിദ്ധാന്തങ്ങളും അവരൊക്കെ മരിച്ചതിന് ശേഷമാണ് പിന്നീട് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ശരിയാണെന്ന്, ആദ്യം അത് അംഗീകരിച്ചിരുന്നില്ല പലരും, ശരിയാണെന്ന് ബോധ്യമാകുന്ന ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത് എന്നത്. അതങ്ങനെ പരിഷ്കരിക്കപ്പെടും എന്നുള്ളതാണ്. ഐസക് ന്യൂട്ടൻ്റെ പ്രപഞ്ചസങ്കല്പം അത് തെറ്റാണെന്നല്ല, ആ പ്രപഞ്ചസങ്കല്പം അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ഹയർ പ്ലെയിനിൽ വരുമ്പോൾ അങ്ങനെ അല്ല, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് കുറച്ചും കൂടി ഒരു ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ കഴിയുമെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ തെളിയിച്ചു. അത് വേറൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ ഇത് ഇല്ലാതാകുന്നില്ല, പക്ഷെ അത് പരിഷ്കരിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള വസ്തുനിഷ്ഠത, ആവർത്തനക്ഷമത, സുതാര്യത, അതുപോലെ എംപിരിസിസം, ഈ ഘടകങ്ങളാണ് വാസ്തവത്തിൽ ശാസ്ത്രബോധം. അങ്ങനെ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ജനത രാജ്യത്തുണ്ടാകണം. ഇതാണ് നെഹ്റു ആഗ്രഹിച്ചത്, അദ്ദേഹം നിർവചിക്കുന്നുണ്ട് എന്നതാണ്. വി മസ്റ്റ് കൾട്ടിവേറ്റ് എ സയൻറ്റിഫിക് ടെമ്പർ, എ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് സെർച്ച് ഫോർ ട്രൂത്ത് ആൻഡ് നോളജ്, എ ടെമ്പർ ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ഓഫ് റീസൺ വിച്ച് ക്യാൻ നെവർ അക്സെപ്റ്റ് ദ പൊസിഷൻ ദാറ്റ് വി ഹാവ് അറ്റൈൻഡ് ദ ഫൈനൽ ട്രൂത്ത്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് മതത്തിലും ജാതിയിലും അടിസ്ഥാനമാക്കിയുള്ള പക്ഷപാതങ്ങൾ കുറച്ച് മതേതരവും സംവാദാത്മകവുമായ ഒരു സമൂഹം രൂപപ്പെടുത്തുന്നതിന് ശാസ്ത്രീയ മനോഭാവം ഇന്ത്യയെ സഹായിക്കുമെന്ന് നെഹ്റു കരുതി എന്നതാണ്. ഇനി മതത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ മതത്തിനൊരു പ്രസക്തിയുമില്ല എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ഒരു പ്രധാനപ്പെട്ട റിലീജൻ ആസ് ഐ സാ ഇറ്റ് പ്രാക്ടീസ്
and accepted even by thinking minds, whether it was Hinduism or Islam or Buddhism or Christianity, did not attract me. It seemed to be closely associated with the superstitions and practices of dogmatic beliefs. മതം അന്ധവിശ്വാസങ്ങളിലും ഡോഗ്മ പോലുള്ള വിശ്വാസങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ്, അതല്ല വേണ്ടത് എന്നാണ്. Too much of dependence on supernatural factors may lead and has often led to a loss of self-reliance എന്നതാണ്. മനുഷ്യൻ്റെ അവനവനിലുള്ള ആത്മവിശ്വാസം ഇല്ലാതാക്കാനെ സഹായിക്കൂ അമിതമായി നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളിലും ഇത്തരം വിശ്വാസങ്ങളിലും ചെന്നുപെടുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ല എന്നതാണ്. ഇനി മറ്റൊന്ന് നെഹ്റു പറഞ്ഞു, ശാസ്ത്ര സ്ഥാപനങ്ങൾ സ്ഥാപിക്കലാണ് ശാസ്ത്രത്തിൻ്റെ ഒരു ഇന്ത്യയിലെ പ്രയോഗത്തിൽ പ്രധാനപ്പെട്ട വേറൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഇപ്പോൾ IIT-കൾ, അതുപോലെ ആദ്യത്തെ IIT 1951 ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ഖരഗ്പൂരിൽ. അത് നെഹ്റുവിൻ്റെ കാലത്താണ് സ്ഥാപിക്കപ്പെടുന്നത്. അതുപോലെ ISRO, അതുപോലെ നേരത്തെ തന്നെ സ്ഥാപിക്കപ്പെട്ട CSIR ശക്തിപ്പെടുത്തുന്നത്, ഒരുപാട് ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളെ നെഹ്റു രാജ്യത്തിന് സംഭാവന ചെയ്തു. ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു സയൻസ് ആൻഡ് ദോസ് ഹു മേക്ക് ഫ്രണ്ട്സ് വിത്ത് സയൻസ് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. ഏറ്റവും പ്രധാനമായ വേറൊരു പോയിൻ്റ്, ശാസ്ത്രം ജനാധിപത്യ ബോധത്തിൻ്റെ മുന്നുപാധി എന്നാണ്. നെഹ്റു പറഞ്ഞു, ഭൂരിപക്ഷ തീരുമാനങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ, പക്ഷേ ഭൂരിപക്ഷത്തിന് പിഴയ്ക്കാതിരിക്കണം എന്നതാണ്. അങ്ങനെ പിഴയ്ക്കാതിരിക്കണമെങ്കിൽ ഭൂരിപക്ഷ ആളുകൾ തെറ്റായൊരു തീരുമാനമെടുത്താൽ അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭൂരിപക്ഷം ആളുകൾക്ക് പിന്നെ എൻ്റെ തീരുമാനമാണ് ജനാധിപത്യം. ആ ഭൂരിപക്ഷത്തിന് തീരുമാനമെടുക്കാനുള്ള ശരിയായ കഴിവും കൂടി വേണം. ആ കഴിവ് ഇവിടെ ഇന്ത്യയിലെ നേരത്തെയുള്ള ചർച്ചകളിൽ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ജനതയ്ക്ക് അവനവൻ്റെ ഭാഗധേയം നിർണ്ണയിക്കാനുള്ള ഈ ശാസ്ത്രീയമായ മനോഭാവമോ കഴിവോ ഇല്ല എന്നുള്ളതാണ്. അതുണ്ടായിരുന്നെങ്കിൽ ശരിയായ തീരുമാനങ്ങളിലേക്ക് അത് വരുമായിരുന്നു എന്നതാണ്. പക്ഷേ അത് വരുന്നില്ല. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉപാധി തലത്തിലെത്തണമെങ്കിൽ അവിടെ ശാസ്ത്രബോധമുള്ള ജനത വേണം. ശാസ്ത്രമില്ലെങ്കിൽ ജനാധിപത്യം വിജയിക്കില്ല. ഇതാണ് നെഹ്റു പറഞ്ഞത്. ഇനി ഈ സംഗതികൾ ഇന്ന് എന്തുകൊണ്ട് വെല്ലുവിളി നേരുന്നു എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ട ഒരു കാര്യം എന്നതാണ്. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല, നമ്മുടെ എല്ലാം ബോധ്യത്തിലുള്ളതാണ്. ഞാൻ നിങ്ങളെ പൊതുവിലൊന്ന് ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നതറിയാം. ഇനി പോതല്ലേ, ഇന്ത്യയെ ആധുനികവൽക്കരിക്കാനുള്ളൊരു ഉപാധിയാണ് എന്ന രൂപത്തിൽ ശാസ്ത്ര സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ, ഹോമി ഭാഭ, അതുപോലെ വിക്രം സാരാഭായി, അതുപോലെ നമ്മുടെ CV രാമൻ, അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ, JBS ഹാൾഡെയ്ൻ, അദ്ദേഹത്തിനെയൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ജീവിപ്പിച്ചു. അത് നെഹ്റുവിൻ്റെ കൂടി ഇടപെടൽ കൊണ്ടാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ശാസ്ത്രജ്ഞന്മാരെ ഇന്ത്യയുടെ ഒരു രാഷ്ട്ര നിർമ്മാണം, നേരത്തെ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ മന്ത്രിസഭയിലൊക്കെ അങ്ങനെയുള്ള ഓരോ രംഗത്തും പ്രഗത്ഭരായ ആളുകൾ ഉൾപ്പെടുത്തുക, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നെഹ്റു ഒരു ശ്രദ്ധ വെച്ചുവെങ്കിൽ ഇപ്പോഴെന്താ സ്ഥിതി എന്നതാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷത്തിന് ശേഷം ഒരുപാട് IIT-കളും വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താ, സ്ഥാപനങ്ങളുടെ കരുത്ത് ചോർന്നു പോകുന്നു എന്നതാണ്. ഒന്ന്, റിസർച്ച് ഫണ്ട്. ഇന്ത്യയുടെ GDP-യുടെ 0.64% മാത്രമാണ് ഇപ്പോൾ റിസർച്ച് ഫണ്ട് എന്ന് പറയുന്നത്, ഗവേഷണത്തിലുള്ള ഫണ്ട്. അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചൈനയിൽ അവരുടെ GDP-യുടെ 2.4 അവർ റിസർച്ച് ഫണ്ടാണ്. അമേരിക്കയിൽ 3.47% റിസർച്ച് ഫണ്ടാണ്. ഇസ്രയേൽ GDP-യുടെ 5.71% റിസർച്ച് ഫണ്ടാണ്. പക്ഷേ ഇന്ത്യ വലിയ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, 3ാമത്തെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ സാമ്പത്തിക ശക്തിയാകുന്ന ഇന്ത്യ അതിൻ്റെ GDP-യുടെ 0.1%, 1%ലും താഴെ 0.64 മാത്രമാണ് ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വയ്ക്കുന്നത്. അതിൽ തന്നെ രസകരമായ സംഗതി, ജോസഫ് ആൻ്റണി എന്ന എൻ്റെ സുഹൃത്ത് അതൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യം, ഈ ഫണ്ടിൽ നിന്ന് 50% പോകുന്നത് ബഹിരാകാശ ഗവേഷണത്തിനാണ്. അതിൽ കുറച്ചതുണ്ട്. ബാക്കി 50% മൗലിക ഗവേഷണത്തിന്, ഫണ്ടമെൻ്റലായിട്ടുള്ള അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ഗവേഷണത്തിന് വെറും 5% ഇന്ത്യയിൽ ചിലവാക്കുന്നതെന്നാണ്. മാത്രമല്ല, ഗവേഷണ സ്ഥാപനങ്ങളിലുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്, അവർക്ക് ഈ പുരോഗമനപരമായ ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റത്തെ സഹായിക്കുന്ന, അറിവിൻ്റെ മുന്നേറ്റത്തെ സഹായിക്കുന്ന ഗവേഷണങ്ങൾക്ക് ഫണ്ട് കുറവാണ്. അത് എവിടെന്നെങ്കിലുമൊക്കെ അവർ കണ്ടെത്തേണ്ടി വരും. മറിച്ച് പഞ്ചഗവ്യം,
അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ, അന്ധവിശ്വാസ പ്രേരിതമായ കാരണങ്ങൾക്ക് വേണ്ടി ഹിമാലയത്തിലെ പച്ചമരുന്നുകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു പ്രോജക്റ്റ് എഴുതി കൊടുത്ത് ഇഷ്ടം പോലെ ഫണ്ട് കിട്ടും എന്ന നിലയിലാണ്. അപ്പോൾ ഗവേഷണ ഫണ്ടിൻ്റെ പ്രയോറിറ്റി മാറി, ഫണ്ട് തന്നെ കുറയുന്നു. അത് ഈ സർക്കാർ മാത്രമല്ല, 90കളിൽ മുതൽ നമ്മുടെ പിന്നെ ഇന്ത്യൻ ശാസ്ത്ര മേഖലയിൽ കൊണ്ടുവന്ന ഒരു കാര്യം, മൻമോഹൻ സിംഗൊക്കെ കൊണ്ടുവന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ സ്ഥാപനങ്ങൾ സ്വന്തമായി ഫണ്ട് ഉണ്ടാക്കണം എന്നതാണ്. അതുകൊണ്ട് പല സ്ഥാപനങ്ങളും സ്വന്തമായി ചില പേറ്റൻ്റൊക്കെ എടുത്ത് കാശുണ്ടാക്കാൻ ശ്രമിക്കും. ഇവിടെ BSNLൻ്റെ എഞ്ചിനീയർമാരൊക്കെ സിവിൽ വർക്കൊക്കെ എടുത്ത് വേറെ വർക്ക് ചെയ്യുന്ന നമുക്കറിയാം. അതുപോലെ ശാസ്ത്ര സ്ഥാപനങ്ങളിലെ ആളുകൾ വേറെ കാര്യങ്ങൾക്ക് എഴുതുക, സ്വയം അല്ലെങ്കിൽ ഫോറിൻ ഫണ്ട് കൊണ്ടുവരിക എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം, ശാസ്ത്ര ഗവേഷണം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നത് യൂണിവേഴ്സിറ്റികളിലാണ് കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ നടക്കുന്നത് ശാസ്ത്ര സ്ഥാപനങ്ങളിലാണ്. ആ ശാസ്ത്ര സ്ഥാപനങ്ങളായിട്ട് നിയന്ത്രിക്കുന്നത് സർക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ബ്യൂറോക്രാറ്റിക് ചുവപ്പ് നാടാന്ന് പറയുന്നത് ഏറ്റവും വലിയതാണ്. അവിടെ നേരത്തെ സാറ് പറഞ്ഞു, ഈ ശാസ്ത്ര സ്ഥാപനങ്ങളിലൊക്കെ തലപ്പത്ത് വയ്ക്കുന്നത് ആരാണ്? വയ്ക്കുന്നതെന്ന് പറയുന്നത് ഒരു അങ്ങേയറ്റം ശാസ്ത്രവിരുദ്ധനായ ഒരാളായിരിക്കും മിക്കവാറും തലപ്പത്ത് വരിക എന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയ നേതൃത്വത്തെ പ്രീതിപ്പെടുത്തുക എന്നതാണ് പ്രൈം കൺസേൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നാഗേശ്വര റാവു എന്ന് പറയുന്ന ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ, അദ്ദേഹമാണ് ശാസ്ത്ര കോൺഗ്രസ്സിൽ വലിയൊരു മണ്ടത്തരം വിളിച്ച് പറഞ്ഞത്. പിന്നെ സ്റ്റെം സെൽ ഗവേഷണം, നമ്മുടെ കൗരവർ എന്ന് പറയുന്നത് ജനിച്ചത് സ്റ്റെം സെല്ല് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത്തരം ആളുകളെയാണ് ഓരോ സ്ഥലത്തിൻ്റെയും തലപ്പത്ത് വയ്ക്കുന്നത് എന്നതാണ്. അതുമാത്രമല്ല, ശാസ്ത്രീയ ചിന്താധാര രാഷ്ട്രത്തിൻ്റെ പൊതുബോധമാണ്. സയൻറ്റിഫിക് ടെമ്പറാകണം, രാഷ്ട്രത്തിൻ്റെ പൊതുബോധമാകണമെന്ന് നെഹ്റു പറഞ്ഞു. ഇന്നെന്താ സ്ഥിതി? ഇന്ന് ഉള്ളതും കൂടി പുറകോട്ട് പോയിരിക്കുന്നു എന്നതാണ്. ബ്രാഹ്മണ്യത്തിൽ അല്ലെങ്കിൽ സവർണ ദേശീയതയിൽ അധിഷ്ഠിതമായ, മനുസ്മൃതിയിലും ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഒരു ഇന്ത്യയെ പുനഃസൃഷ്ടിക്കാനാണ് ഇവിടെ ശ്രമങ്ങളെന്ന് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം. ഭരണഘടനയിൽ സെക്യുലറിസം പറയുന്നുണ്ട്, സയൻറ്റിഫിക് ടെമ്പർ പറയുന്നുണ്ട്, പക്ഷേ രാഷ്ട്ര ജീവിതത്തിൽ അത് അനുഭവവേദ്യമാകുന്നില്ല എന്നതാണ്. ഇപ്പോൾ അമർത്യ സെൻ ഒരിക്കൽ പറഞ്ഞു, ഇഫ് ദിസ് ഈസ് കണ്ടിന്യൂഡ്, India would involve that would involve a dramatic alteration of the basic principles of Indian Constitution. A pluralist, tolerant and secular India. A pluralist, a tolerant and a secular India which was central to India. ഇന്ത്യ എന്ന ആശയത്തിൽ ഏറ്റവും പ്രധാന കേന്ദ്രത്തിൽ വരുന്നത് ഒരു ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ, സഹിഷ്ണുതയിൽ അധിഷ്ഠിതമായ, മതേതരത്തിൽ അധിഷ്ഠിതമായ ഒരു ഇന്ത്യ ആവണം ഇന്ത്യ എന്നതാണ്. ആ ആശയങ്ങൾ മുഴുവൻ തകർക്കപ്പെടുകയാണ് ഇന്ത്യയിൽ എന്ന് ഡോക്ടർ അമർത്യ സെൻ ഈ അടുത്ത കാലത്ത് ഒരു ലേഖനത്തിൽ പറഞ്ഞു. അപ്പോൾ അതാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ സംഭവിക്കുന്നത്. പാഠ്യപദ്ധതിയിൽ നിന്ന് പോലും ശാസ്ത്രം ഒഴിവാക്കപ്പെടുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വളരെ പ്രധാനപ്പെട്ട സംഗതി എന്താ പറഞ്ഞത്? പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കേണ്ട എന്നതാണ് നമ്മുടെ പാഠ്യപദ്ധതിയിൽ. കേന്ദ്രമന്ത്രിയായിരുന്ന സത്യപാൽ സിംഗ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പറഞ്ഞു, പരിണാമ സിദ്ധാന്തം അമ്പേ തെറ്റാണ്. കാരണം എന്താ? ഡാർവിൻ പറയുന്നു കുരങ്ങുകളിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാനൊരു കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് പരിണാമ സിദ്ധാന്തം തെറ്റാണ്. ഇതാണ് അദ്ദേഹം, ഇത് ഒരു കേന്ദ്രമന്ത്രി ആയിരുന്ന ഒരാൾ പറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നമുക്കറിയാം ഡാർവിൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നതാണ്. ഡാർവിൻ്റെ സിദ്ധാന്തം ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി 4 കാര്യങ്ങളിലാണ് നിൽക്കുന്നത്. ഒന്ന്, പ്രൊഡിഗാലിറ്റി ഓഫ് പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അതുപോലെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന സംഗതി. അത് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. പക്ഷേ ഒരു കാര്യം പറയാം, അതിനുശേഷം അതുപോലെ ഗ്രിഗർ മെൻഡൽ, അതുപോലെ വേറെ പലരും ചേർന്ന് മോഡേൺ തിയറി ഓഫ് എവല്യൂഷൻ എന്നുണ്ട്. അതിൽ പറയുന്നത് എന്താണ്? ഈ കുരങ്ങുകളിൽ നിന്ന് മനുഷ്യനുണ്ടായി എന്നല്ല, കുരങ്ങും മനുഷ്യനുമൊക്കെ ഒരു പൊതുപൂർവ്വങ്ങളിൽ, ഒരു കോമൺ ആൻസസ്ട്രി നിന്നാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. കുറേ വിഭാഗങ്ങൾ കുരങ്ങുകളിലേക്ക് പോയി വേറെ കുറേതായി ഇത് അങ്ങനെയാണ് പറഞ്ഞത്. അല്ല കുരങ്ങ് മനുഷ്യനായി എന്നുള്ളതല്ല. ഇന്നത്തെ ജീവികൾ പരിണാമം ഒരു ലോങ് പ്രോസസ്സാണ്. പരിണമിക്കുന്നു ഇല്ല എന്നതും ശരിയല്ല. അപ്പോൾ ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കെ ഒരു മന്ത്രി കയറി പറയാണ് കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്നതാണ് പരിണാമം എന്ന് പറയുന്നത്. അത് ശരിയല്ല, അത് തെറ്റാണ്, അത് സ്കൂളിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിലയിലേക്ക് പോകുന്നു എന്നാണ്. ഇത് മാത്രമല്ല, വേറെ പലതും മൗലികമായ, അതായത് അടിസ്ഥാനപരമായി ശാസ്ത്രബോധമുണ്ടാകുന്ന ചിന്തകളൊന്നും
കഴിയുന്നതും പഠിപ്പിക്കേണ്ട. പക്ഷേ ടെക്നോളജിയും ശാസ്ത്രത്തിൻ്റെ പ്രയോഗങ്ങളും ഒക്കെ സമൂഹത്തിന് ആവശ്യമുണ്ടല്ലോ, അത് പഠിപ്പിക്കാം. ഇതാണ് ഇപ്പോഴത്തെ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പം. ആ രീതിയിലേക്കാണ് കരിക്കുലം ബേസ് ചെയ്തുകൊണ്ട് വരുന്നത് എന്നതാണ്. മറ്റൊന്ന് ചരിത്രത്തെ പിന്നെ തമസ്കരിക്കപ്പെടുന്നു എന്നതാണ്. നമുക്കറിയാമല്ലോ, പരിണാമം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മുഗൾ ഭരണം. 1000ഓളം വർഷം പിന്നെ ഇന്ത്യയുടെ ഡാർക്ക് ഏജസ് എന്ന് പിന്നെ സവർക്കറോ ഗോൾവാർക്കറോ ആരോ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനെപ്പറ്റി. ആ ഒരു പിന്നെ 1000ഓളം മുഗൾ ഭരണത്തിൻ്റെ വർഷങ്ങളെല്ലാം കുഴപ്പമാണ്. അത് ഇന്ത്യയുടെ ചരിത്രത്തെ, ഇന്ത്യ പുറകോട്ട് നയിക്കുകയാണ്, ഇന്ത്യയെ എന്താണ് എന്നൊക്കെ തരത്തിൽ പ്രചരിക്കുകയും അതുകൊണ്ട് അതൊന്നും കാര്യമായി പഠിപ്പിക്കേണ്ട എന്ന നിലയിലേക്ക് പറയുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ നമുക്കറിയാമല്ലോ, മുഗൾ ഭരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സുവർണ്ണ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു എന്നതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിന്, ഇന്ത്യൻ രാഷ്ട്രജീവിതത്തിന് ഈ പറയുന്ന അവർ നൽകിയ സംഭാവനകളിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം ഇന്ത്യക്ക് സാധ്യമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കൾച്ചറൽ സിന്തസിസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ആർക്കിടെക്ചർ, മ്യൂസിക്, ലിറ്ററേച്ചർ, ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ രാമായണത്തിനൊക്കെ അക്ബറിൻ്റെ കാലത്ത് പേർഷ്യനിൽ അങ്ങനെ എത്രയോ ഇതിൽ പിന്നെ ഇതുണ്ടായിട്ടുണ്ട്, നമ്മുടെ ഭാഷകളുണ്ടായിട്ടുണ്ട്. അവിടുന്ന് എത്രയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദിൻ ഇലാഹി എന്നൊരു പുതിയ മതം തന്നെ, എല്ലാത്തിൻ്റെ സമന്വയിക്കുന്ന ഒരു മതം തന്നെ അക്ബർ കൊണ്ടുവന്നു. അതുപോലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെഗസി എന്ന് പറയുന്നത് ഇന്ത്യക്ക് സംഭാവന ചെയ്ത മുഗളന്മാരല്ലേ. ഇന്ത്യയുടെ ലാൻഡ് ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പിന്നെ കറൻസി സിസ്റ്റം കൊണ്ടുവന്നത് ഷെർഷാ സുരിയാണ് കറൻസി സിസ്റ്റം വളരെ ശക്തമായി പിന്നെ ഒരു ഇതായിട്ട് സിസ്റ്റമായിട്ട് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഔറംഗസീബിൻ്റെയൊക്കെ കാലത്ത് നമ്മുടെ റേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രിമിറ്റീവ് രൂപം, ഈ ഫാമിൻ സമയത്തൊക്കെ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നത് ഉണ്ടായിരുന്നു. ഇനി അവരൊക്കെ പിന്നെ എന്താണ് ഈ മൗലികവാദികളായിരുന്നു. വാസ്തവത്തിൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിരുന്നു. പക്ഷേ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക എന്ന് പറയുന്നത് അത് ക്ഷേത്രങ്ങളിൽ സമ്പത്തുള്ളതുകൊണ്ടാണ്, ക്ഷേത്രങ്ങളായതുകൊണ്ടല്ല. അത് ഹിന്ദു രാജാക്കന്മാർ വന്ന് ചെയ്തിരുന്നു. ഒരു രാജ്യം വേറെ രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആ രാജ്യത്തുള്ള സമ്പത്ത് എവിടെ ഇരിക്കുന്നോ അവിടെ കൊള്ളയടിച്ചെടുത്തുകൊണ്ട് പോകും. അത് ഹിന്ദുവോ മുസ്ലിമോ എന്നുള്ളതല്ല. ആ രൂപത്തിൽ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്. അല്ലാതെ ഇപ്പം കൂടുതൽ ഭൂരിപക്ഷ ആളുകളും ഹിന്ദുക്കളാണ്. ഇത്രയും 1000 വർഷം മുഗൾ ഭരണം നടന്നിട്ടും ഇന്ത്യയിൽ എന്തുകൊണ്ട് ഭൂരിപക്ഷം ഹിന്ദുക്കളായി തുടർന്നു? വേണമെങ്കിൽ മുഗൾ രാജാക്കന്മാർക്ക് ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും മുസ്ലിങ്ങളാക്കി, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെയും മുസ്ലിങ്ങളാക്കി മാറ്റാമായിരുന്നില്ലേ? അത്ര ഫനറ്റിക് ആയിരുന്നുവെങ്കിൽ. അങ്ങനെയല്ല. 600 ക്ഷേത്രങ്ങൾക്ക് അവർക്ക് ഉപജീവന പടി ഔറംഗസീബിൻ്റെ കാലത്ത് നൽകിയിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. മാളവിക ബിന്നി പറയുന്നുണ്ടത് ചരിത്രത്തെ വിശകലനം ചെയ്തുകൊണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. അതുപോലെ റിലീജിയസ് ആൻഡ് സോഷ്യൽ ടോളറൻസ് ഏറ്റവും ഉണ്ടായിരുന്ന ഒരു കാലം ഈ മുഗൾ ഭാഗത്താണ്. എക്കണോമിക് ആൻഡ് അഗ്രികൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഒരിതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യം ഇന്നും നിലനിൽക്കുന്ന എത്രയോ കാര്യം. അല്ലെങ്കിൽ മുഗൾ സംഗീതം, അല്ലാ രാഖയുടെ ഒരു പിന്നെ തബലയില്ലാതെ, അല്ലെങ്കിൽ സക്കീർ ഹുസൈൻ്റെ തബല കേൾക്കുമ്പോൾ അത് നമുക്ക് അതില്ലാതെ ഒരു ഇന്ത്യൻ ജീവിതം നമുക്ക് അതുണ്ട്. അല്ലെങ്കിൽ ടാൻസൻ്റെ പിന്നെ എത്ര ഖരാനകൾ ഹിന്ദുസ്ഥാനിയിലുണ്ട്. ടാൻസൻ, ഉസ്താദ് അലി ഖാൻ, ബിസ്മില്ലാ ഖാൻ്റെ ഷെഹനായി, അല്ലെങ്കിൽ അംജദ് അലി ഖാൻ്റെ സരോദ്, അല്ലെങ്കിൽ സരോദ് ഗോളിയർ പിന്നെ അങ്ങനെയുള്ളത്, മെഹന്തി ഹസൻ്റെ പിന്നെ ഗസലുകൾ. എനിക്കറിയാം ഈ എന്താണ് നമ്മുടെ ഉസ്താദ് അംജദ് അലി ഖാൻ ഇവിടെ സരോദ് വായിക്കാൻ വേണ്ടി നമ്മുടെ കുതിരമാളികയിൽ വന്നിട്ടുണ്ട്. അവിടെ ഇരുന്ന് കുതിരമാളിക, ഞാനതിൻ്റെ സംഘാടക സമിതിയിലൊന്നും ഉണ്ടായിരുന്നതാണ്. അന്ന് അതിഭീകരമായ മഴ. പക്ഷേ അദ്ദേഹത്തെ ആരും പോകുന്നില്ല. മുഴുവൻ ആളുകളും എണീറ്റ് വന്ന് ആ കുതിരമാളികയുടെ അദ്ദേഹത്തിൻ്റെ ചുറ്റും തൊട്ടടുത്തിരുന്നുകൊണ്ട് അദ്ദേഹം പിന്നെ അതിഗംഭീരമായിട്ട് അന്ന് സരോദ് വായിച്ചു തീർന്നപ്പം വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു വാസ്തവത്തിൽ. എന്നിട്ട് അതിൽ അവസാനം തീർന്നപ്പോൾ അദ്ദേഹം അല്പം ഒരു തമാശ വേണ്ടി പറഞ്ഞു, ഐ ഹാവ് പെർഫോംഡ് ഇൻ എ നമ്പർ ഓഫ് സിറ്റീസ് ഓൾ ഓവർ ദ വേൾഡ്, ബട്ട് nowhere I have received such a rousing reception. ഒരിടത്തും ഇത്രയും ശക്തമായൊരു സ്വീകരണം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് വാട്ട് ഐ ആം സേയിങ് ഇൻ എവറി പെർഫോമൻസ്, ആഫ്റ്റർ എവറി പെർഫോമൻസ് എന്ന് പറഞ്ഞ് എല്ലായിടത്തും ഇത് കഴിയുമ്പോൾ പെർഫോമൻസ് കഴിഞ്ഞ് ഞാൻ പറയുന്നൊരു വാചകമാണിതെന്ന്. അപ്പോഴാളുകൾ നന്നായി ചിരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, ബട്ട് ദിസ് ടൈം ഇറ്റ് ഈസ് ട്രൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഈ പ്രാവശ്യം സത്യമാണ് എന്ന്. അപ്പോൾ അങ്ങനെ ആ ഒരു അനുഭവമുണ്ട്. അപ്പം നോക്കൂ, അവരെയൊന്നും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ മുഹമ്മദ് നമ്മുടെ പിന്നെ ഉമ്പായിയെ, അല്ലെങ്കിൽ ഷഹാബാസ് അമാനെ, അല്ലെങ്കിൽ അവരെയൊന്നും മാറ്റി നിർത്തിക്കൊണ്ടൊന്നും ഇതാക്കാൻ പറ്റൂ? അല്ലെങ്കിൽ താജ്മഹലിനെ മാറ്റി നിർത്തിക്കൊണ്ടുകൂടി ഇന്ത്യയെപ്പറ്റി ചിന്തിക്കാൻ പറ്റൂ?
മുഗൾ ഭരണകാലത്താണ് ലോകത്ത് ജി ഡി പിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ലോകത്ത് ജി ഡി പിയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ആയിരുന്നു ഒന്നാം സ്ഥാനത്ത്. നമ്മൾ ആലോചിച്ച് നോക്കണം മുഗൾ ഭരണകാലത്ത് എന്ന് പറയുന്നത്. അവരുടെയൊക്കെ ഇപ്പോൾ അക്ബറിൻ്റെ കോർട്ടിൽ 33 മന്ത്രിമാരുണ്ടായിരുന്നു ഹിന്ദുക്കളായിട്ട് എന്നതാണ്. അല്ലെങ്കിൽ അക്ബറിൻ്റെ അല്ല, ഔറംഗസീബിൻ്റെ. അക്ബറിൻ്റെ കോർട്ടിൽ 27 മന്ത്രിമാരുണ്ടായിരുന്നു ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഈ ചരിത്രത്തെയൊക്കെ നിഷേധിച്ചുകൊണ്ട് മുഗൾ ഭരണമാകെ കുഴപ്പമാണെന്ന രൂപത്തിൽ അത് മാറ്റി മറിക്കുകയാണെന്ന് പറയുന്നത്. അതുപോലെ യുക്തിചിന്ത പ്രചരിപ്പിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ശകലമെങ്കിലും അതിലേക്ക് പോകുന്ന ആളുകളെ മുഴുവൻ ആസൂത്രിതമായി ഇല്ലാതാക്കുക. ഞാൻ പറയാമല്ലോ, അന്ധശ്രദ്ധ നിർമൂലൻ സമിതി മഹാരാഷ്ട്രയിൽ നരേന്ദ്ര ദാബോൽക്കറിനെ നിഷ്കരുണമാണ് കൊന്നതെന്ന് നമുക്കറിയാം. ഒരേ ശക്തികളാണ്. ഗോവിന്ദ് പൻസാരയെ കൊന്ന അതേ ഗ്രൂപ്പാണ് എഴുതി വെച്ചിട്ട് ലിസ്റ്റ് വെച്ചിട്ടാണ് അവർ കൊന്നത്. നരേന്ദ്ര ദാബോൽക്കറേയും കൊന്നത്. അവരൊക്കെ ഇന്ന് എവിടെ ശിക്ഷിക്കപ്പെട്ടു? അതേ ആളുകൾ തന്നെയാണ് ഗൗരി ലങ്കേഷിനെ കൊന്നത്. അതേ ആളുകൾ തന്നെയാണ് എം കാൽബുർഗിയെ കൊന്നത്. അപ്പം നോക്കൂ, പിന്നെ അങ്ങനെ പറയുന്ന ആളുകളെ മുഴുവൻ, അല്ലെങ്കിൽ വല്ലാത്തൊരു അസഹിഷ്ണുത പ്രകടിപ്പിക്കുക, അങ്ങനെയുള്ള ആളുകളെ വെറും മതത്തിൻ്റെയും ഇതിൻ്റെയും പേരിൽ മാത്രം ആളുകളെ തടയുക. ഗുലാമലിക്ക് ഇന്ത്യയിൽ പാടാൻ കഴിയില്ല. കാരണം എന്താ? ഗുലാമലി ഒരു മുസ്ലിമാണ് എന്നതാണ്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് ഇന്ത്യയിൽ കളിക്കാൻ കഴിയില്ല. കാരണം ഒരു മുസ്ലിം ടീമാണ്. എം എഫ് ഹുസൈന് ചിത്രങ്ങൾ വരയ്ക്കാൻ പാടില്ല. കാരണം എന്താണ്? എം എഫ് ഹുസൈൻ പിന്നെ ഹിന്ദു ദേവതകളുടെ ചിത്രം വരച്ചപ്പോൾ അത് വൾഗറായിപ്പോയി എന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഞാൻ ഈ അടുത്ത കാലത്ത് ഇവിടെ പോയി, പിന്നെ ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിൽ പോയി. എന്തമ്മേ, എത്ര ഭാവനാത്മകമായ പിന്നെ ക്രീഡകളാണ് അവിടെ മൊത്തം എൻക്രേവ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ മുഴുവൻ പിന്നെ കാർവ് ചെയ്തിരിക്കുന്നത് നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എം എഫ് ഹുസൈന് ഒരു പടം വരച്ചപ്പോൾ അദ്ദേഹത്തിന് നാടുവിടേണ്ടി വന്നു, ദുബായിൽ വെച്ച് മരിക്കേണ്ടി വന്നു എന്നതാണ്. മലയാളത്തിൽ നല്ല പെരുമാൾ മുരുകൻ പറയാണ്, ഒരു എഴുത്തുകാരൻ പറയാണ്, ഞാനിനി എഴുതുന്നില്ല, എൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ കത്തിച്ചു കളയണം. പിന്നീട് അദ്ദേഹം തിരുത്തി എഴുത്ത് തുടർന്നു എങ്കിൽ പോലും അദ്ദേഹത്തിനത് പറയേണ്ടി വന്ന ഒരു ഇന്ത്യയാണ് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് മനസ്സിലാക്കണം എന്നതാണ്. അല്ലെങ്കിൽ പിന്നെ മലയാളത്തിൽ എസ് സരീഷ് മീശ എന്ന നോവൽ എഴുതിയപ്പോൾ അത് തുടരാൻ കഴിഞ്ഞില്ല. ആ പത്രം ആ ഒരു വാരിക അത് നിർത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ പെരുമാൾ മുരുകൻ എഴുതാൻ കഴിയില്ല. പിന്നെ എന്താണ്, എസ് സരീഷിന് ഇതാവാൻ പറ്റില്ല. അല്ലെങ്കിൽ എം എം ബഷീർ, അദ്ദേഹം രാമായണത്തെക്കുറിച്ചൊരു വിമർശനം എഴുതിയപ്പോൾ, ഒരു നിരൂപണം എഴുതിയപ്പോൾ എം എം ബഷീർ ആരാ രാമായണത്തെക്കുറിച്ച് എഴുതാൻ എന്നാണ് ചോദിച്ചത്. അല്ലെങ്കിൽ ഇന്ത്യയിലാകെ പടരുന്ന കൗ വിജിലൻസിസം, 157 ആളുകൾ കഴിഞ്ഞ 8-10 വർഷങ്ങളായിട്ട് ഈ പശു ഇറച്ചി തിന്നു എന്ന സംശയത്തിൻ്റെ പേരിൽ ഉൾപ്പെടെ, ചിലർ യഥാർത്ഥത്തിൽ തിന്നു കാണും, സംശയത്തിൻ്റെ പേരിൽ ഉൾപ്പെടെ മരിച്ചു. മുഹമ്മദ് അഖ്ലാഖിനെ കൊന്നപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ആട്ടിറച്ചിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിരുന്നതെന്നാണ് പിന്നീട് തെളിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തെ അടിച്ചു കൊന്നു. ഒരു പാവപ്പെട്ട പയ്യൻ ട്രെയിനിൽ പോവുകയായിരുന്നു, അവൻ പശു ഇറച്ചി കൊണ്ടുപോകുന്ന പേരിൽ അവനെ ട്രെയിനിലിട്ട് അടിച്ചു കൊന്നു എന്നുള്ളതാണ്. പശുവിൻ്റെ തോലുരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം കണ്ട വീഡിയോ ആണ്. 5 ദളിതരെ കെട്ടിയിട്ട് ഗുജറാത്തിൽ തല്ലി പിന്നെ ഒരു മൃതപ്രായമാക്കുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഭരണഘടനയിൽ മതം ഒരു വിവേചനപരമാകരുതെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പക്ഷേ CAA പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ആദ്യമായി അത് തെറ്റുന്നു. ഇന്ത്യയിൽ മതം ഒരു ഘടകമായി, ഭരണഘടന തന്നെ അല്ലെങ്കിൽ നിയമം തന്നെ മതം ഒരു വിവേചന ഘടകമായി ഇന്ത്യയിൽ കൊണ്ടുവരുന്നു എന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ ഈ അടുത്ത കാലത്ത് ഇന്നലെ സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായിരുന്നു. അങ്ങനെ ഇടിച്ചു നിരത്താൻ പാടില്ല, ഡീമോളിഷൻ പാടില്ല. ടാർഗറ്റഡ് ഡീമോളിഷൻ ഒരു ക്യാമ്പയിനായിട്ട് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും എടുത്തിരിക്കുന്നു. ദളിത് വിഭാഗങ്ങളുടെ, അതുപോലെ തന്നെ ഈ പറയുന്ന മുസ്ലിം വിഭാഗങ്ങളുടെ, അവരുടെ ഇടയിൽ ഒരു ക്രിമിനൽ കണ്ടാൽ ആ വിചാരണയൊന്നുമില്ല, അവർ കൊന്നുകളയുക എന്നതാണ്. അല്ലെങ്കിൽ പിന്നെ അവരെ എന്ത് ചെയ്യുക, പിന്നെ അവരുടെ വീട് ബുൾഡോസർ വെച്ച് പോലീസിൻ്റെയൊക്കെ സംരക്ഷണയിൽ ഇടിച്ചു നിരത്തുക എന്നതാണ്. അങ്ങനത്തെ എത്ര ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. ഏതാണ്ട് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ, ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാനുള്ള നിരവധി ആളുകളുള്ള ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ആളുകളെ എന്തെങ്കിലും ചെയ്താൽ ഒരു പട്ടി പോലും ചോദിക്കാനില്ല എന്നൊരു ധൈര്യം എങ്ങനെ കിട്ടുന്നു? അതാണ് പ്രധാനപ്പെട്ടത് എന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ യുക്തിചിന്തയും ശാസ്ത്രചിന്തയും രാഷ്ട്രത്തിൻ്റെ പ്രചോദനമാകണമെന്ന് നെഹ്റു പറഞ്ഞ ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്ന ഒരു പതനം എന്നതാണ്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു,
മാറ്റിമറിയുന്നു. യുക്തിക്ക് പകരം, ശാസ്ത്രത്തിന് പകരം പഴയ വിശ്വാസങ്ങളെ, അതാണ് നേരത്തെ ഇവിടെ സാറുമൊക്കെ അത് സൂചിപ്പിച്ചു. ആന്ധ്ര യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നാഗേഷ് റാവുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2019 അദ്ദേഹം പറഞ്ഞത് ഈ കൗരവന്മാർ മഹാഭാരതത്തിലുണ്ടായ സ്റ്റെം സെൽ തെറാപ്പി വഴിയാണെന്ന്. അത് പിന്നീട് നമ്മുടെ പ്രധാനമന്ത്രി വരെ അത് ആവർത്തിച്ചു. ഗണപതി ഒരു പ്ലാസ്റ്റിക് സർജറി സ്റ്റെം സെല്ലിൻ്റെ ഇതും കൊണ്ടൊക്കെയാണ് ഉണ്ടായത് എന്ന് ഒരു പ്രധാനമന്ത്രി പറയുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജി പറയുകയാണ് പ്രസവിക്കുന്നില്ല, അതെല്ലാം പിന്നെ കണ്ണീരിൽ നിന്നാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. മയിലുകൾ പ്രസവിക്കുന്നതല്ല, മയിലുകൾ പ്രത്യുൽപാദനം നടത്തുന്നില്ല, ദേ ഡോണ്ട് റിപ്രൊഡ്യൂസ്, അത് കണ്ണീരിൽ നിന്നാണ് ഇതുണ്ടാകുന്നത് എന്ന നിലയിൽ ഒരു മയിലിൻ്റെ ഒരു ഇതിൽ പോയി ഒന്ന് കണ്ട് മനസ്സിലാക്കിയെങ്കിലും മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം അസംബന്ധങ്ങളാണ് ഒരു സയൻസ് കോൺഗ്രസ്, 102ാമത്തെ സയൻസ് കോൺഗ്രസ്സിൽ ഏൻഷ്യൻ്റ് ഇന്ത്യൻ സയൻസ് ത്രൂ സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ഒരു സെഷൻ തന്നെ വെച്ചു. ആ സെഷൻ മുഴുവൻ അസംബന്ധങ്ങളായിരുന്നു പറഞ്ഞിരുന്നതെന്നാണ്. വിമാനമുണ്ടാക്കിയിരുന്ന മുനി ഭരദ്വാജ മുനിയുടെ രൂപാർക്കൻ രഹസ്യ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ഈ അടുത്ത കാലത്ത് എഴുതിയൊരു പുസ്തകമാണ് വാസ്തവത്തിൽ, പഴയതെന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് ചതുരാകൃതിയിലുള്ള വിമാനം ഉണ്ടായിരുന്നു അത്രേ. അതെങ്ങനെ പ്രവർത്തിക്കും, എവിടെ പോകും, എയറോഡ്രോം എവിടെ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല. വിമാനമുണ്ട് എന്നതാണ്. അല്ലെങ്കിൽ പശു ഓക്സിജൻ ശ്വസിച്ച്, ഉദിത് ചൈതന്യ പറഞ്ഞത് വീഡിയോ നമ്മളെല്ലാം കണ്ടില്ലേ, പശു ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ തന്നെ പുറത്ത് വിടുന്നു എന്നതാണ്. ലോകത്ത് ഏതെങ്കിലും ജീവികളുണ്ടോ അങ്ങനെ ഓക്സിജൻ ശ്വസിച്ച് ഓക്സിജൻ തന്നെ പുറത്ത് വിടുന്നത്? വളരെ എളുപ്പമല്ലേ. എന്നിട്ട് മാത്രമല്ല അദ്ദേഹം പറയുന്നു ഇന്ത്യ വലിയ സമ്പന്നമാവും ഒറ്റ കാര്യം ചെയ്താൽ. എന്താണ്? ചാണകത്തിൽ പ്ലൂട്ടോണിയമുണ്ട്. ആ പ്ലൂട്ടോണിയം മുഴുവൻ വേർതിരിച്ചാൽ എന്തെല്ലാം അസംബന്ധങ്ങളാണ് പറഞ്ഞത്. ആപ്പിൾ കമ്പനിയുടെ മുതലാളി ഇന്ത്യയിൽ വന്ന് ഒരു വിശിഷ്ടമായ സാമ്യ ആപ്പിൾ കൊടുത്തു. അദ്ദേഹം അത് പകുതി കടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എന്നിട്ട് ആ ആപ്പിളും കൊണ്ട് അദ്ദേഹം വീട്ടിൽ പോയി ആ പകുതി തിന്നു. അതോടുകൂടി അദ്ദേഹത്തിന് വെച്ചടി കയറ്റമായി. അതിൻ്റെ ഓർമ്മയ്ക്കാണ് അദ്ദേഹം ആപ്പിളിന് ഈ ചിഹ്നം കൊടുത്തതെന്ന് ഒരു സന്യാസി ഇന്ത്യയിൽ പറയുകയാണ്. ജനകോടികൾ അത് വിശ്വസിക്കുകയാണ് എന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇത് ഞാൻ പറഞ്ഞത് വീഡിയോ നിങ്ങൾക്കുണ്ട്. ഉദിത് ചൈതന്യ പറയുന്നത്, നിങ്ങളൊരു പശുവിൻ്റെ കൊമ്പിൻ്റെ ഇടയിൽ ഒരു ട്രാൻസിസ്റ്റർ എടുത്ത് വെച്ച് നോക്കൂ, ട്രാൻസിസ്റ്റർ പിന്നെ കേൾക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്തരം കാര്യങ്ങളാണ്. ഞാൻ കൂടുതൽ സമയമില്ലാതുകൊണ്ട് നിർത്തുന്നു. അല്ലെങ്കിൽ ഗണപതി പ്ലാസ്റ്റിക് സർജറിയാണ്, കൗരവർ ടെസ്റ്റ് ട്യൂബ് ശിശുവാണ്, പശു ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ വേറെ രാജ്യത്ത് ഒറ്റമൂലി പാരമ്പര്യ ചികിത്സകൾക്കുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം ഇഷ്ടം പോലെ ഫണ്ട്. എന്തെല്ലാം തരത്തിലുള്ള അശാസ്ത്രീയതകളാണ് പെരുന്നത്. 452 സ്ത്രീകൾ 2001 ജാർഖണ്ഡിൽ പ്രേത ചികിത്സിച്ച് മരിച്ചു. ഇത് ഇന്ത്യയിലെ പല സ്ഥലത്തും ഇങ്ങനെ ഇഷ്ടം പോലെ മരിക്കുന്നുണ്ട്. കേരളത്തിലുമുണ്ട്, നമുക്കറിയാമല്ലോ. എലന്തൂരിൽ നരബലി നടന്നു. കേരളത്തിലാണ് വലിയ നവോത്ഥാനം നടന്നിട്ടുള്ള, കേരളത്തിലാണ് നടന്നത്. കരുനാഗപ്പള്ളിയിൽ ജിന്ന് കൂടിയ ഒരു സ്ത്രീ എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊന്ന ഒരു ഉസ്താദ്. അതേപോലെ ഒരു മകളെ, നിങ്ങൾക്ക് സ്വർഗത്തെത്തണമെങ്കിൽ സ്വന്തം മകനെ കൊല്ലണമെന്ന് ഉസ്താദ് പറഞ്ഞു. അങ്ങനെ ഒരു ഉമ്മ സ്വന്തം മകനെ കൊന്നുകളഞ്ഞു. കാസർഗോഡ് ബെഡേസ്നാനം എന്ന് പറയുന്ന ഒരു ഉദാഹരണം നമുക്കറിയാമല്ലോ. അല്ലെങ്കിൽ അവിടെ പെർല എന്ന സ്ഥലത്തൊരു മുതലയുണ്ട്, വിശിഷ്ട മുതല. ഈ വെജിറ്റേറിയൻ മുതല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ജീവിക്കാൻ വേണ്ടി കിട്ടിയ സാധനം തിന്നുന്നതിനപ്പുറത്തേക്ക് വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള അസംബന്ധങ്ങളെല്ലാം, ആൾദൈവങ്ങൾ, കൂടോത്രം, ശത്രു സംഹാരം, അന്ധവിശ്വാസ പ്രചാരണങ്ങൾ, അതുപോലെ കൂട്ടത്തിൽ ഈ അലക്സാണ്ടർ ജേക്കബ്മാരെ പോലുള്ള കക്ഷികൾ വന്നിട്ടുള്ള പ്രചാരണങ്ങളും, ചില ആളുകൾ അങ്ങ് ആയിരക്കണക്കിന് കുട്ടികൾ വിളിച്ചിരുത്തി പറയുകയാണ്, നിങ്ങൾക്ക് പരീക്ഷ പാസ്സാകണമെങ്കിൽ ഞാനൊരു വിദ്യ പറഞ്ഞു. എന്താണ്? നിങ്ങൾക്ക് രാവിലെ ഒരു ഗ്ലാസ് തേനും വെള്ളവും കൂടെ ചേർന്ന് കുടിച്ചുകൊണ്ട് പോയാൽ മതി, പരീക്ഷ പാസ്സാവും. മിക്കവാറും കുടിച്ചുകൊണ്ട് പോയ കുട്ടികളെല്ലാം ഉറക്കും അവിടെ ഇരുന്ന്. കാരണം ഇത്രയും ഷുവർ ഒന്നിച്ച് കയറല്ലേ എന്നുള്ളതാണ്. മനോരമ 5 ലക്ഷം വായിക്കുന്ന മനോരമ പത്രത്തിൽ വാരികയിൽ അദ്ദേഹം എഴുതിയതാണ്. പിന്നെ നിങ്ങൾ ഈ സിസേറിയൻ നടത്തിയാൽ ഉണ്ടാകുന്ന കുട്ടികൾ ക്രിമിനലാകും എന്നതാണ്. കാരണം എന്താ? സിസേറിയൻ നടത്തി കഴിഞ്ഞാൽ കുട്ടി ആദ്യം കാണുന്നത് രക്തമാണ് എന്നതാണ് കാരണം. അതുകൊണ്ട് രക്തവും കത്തിയും കാണുന്ന കുട്ടി സ്വാഭാവികമായും ക്രിമിനലാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ അലക്സാണ്ടർ ജേക്കബ് സാറേ, അങ്ങയ്ക്ക് പ്രസവത്തെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സാധാരണഗതിയിൽ എല്ലാ പ്രസവത്തിലും കുട്ടി രക്തം കാണാനുള്ളൊരു ഇതുണ്ട് നമുക്കറിയാം. സിസേറിയൻ പ്രസവത്തിലല്ല, എല്ലാ ആശുപത്രി പ്രസവത്തിലും കത്തിയും രക്തമൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. പോട്ടെ, പക്ഷേ ഒരു കുട്ടിക്ക് അപ്പോൾ ഇതൊന്നും കണ്ട് മനസ്സിലാക്കാനുള്ള കണ്ണുറക്കില്ല. അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് കാഴ്ച സൂക്ഷ്മമായ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊന്നും അപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഈ മനുഷ്യനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ കിഴക്കോട്ട് മാത്രമേ ഇപ്പോൾ ബിൽഡിംഗ്
ഫീലിംഗ് ഉള്ളൂ. കാരണം കിഴക്ക് നോക്കി പഠിച്ചാൽ ഏറ്റവും നല്ല മാർക്ക് കിട്ടും, പരീക്ഷ പാസ്സാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ ഇത് മനസ്സിലാക്കിയിട്ട് അവരെല്ലാ കെട്ടറും ഇടിച്ചു നിരത്തി കിഴക്കോട്ടാക്കി. വർക്കലയിലുള്ള ഒരു പയ്യൻ, ഒരു +2 പയ്യൻ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കത്തെഴുതി, ഇവിടെ ഒരു പുങ്കവൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്, സംഗതിയിൽ വല്ല വാസ്തവമുണ്ടോ എന്ന്. അവർ മെയിൽ കൊടുത്തു, ഞങ്ങൾക്ക് പല ദിശയിലും കെട്ടിടമുണ്ട്, കുട്ടികൾ പലയിടത്ത് ഇഷ്ടമുള്ളിടത്തോട്ടൊക്കെ ഇരുന്ന് പഠിക്കും, അതുകൊണ്ട് ഒരു മാർക്കിന് കുഴപ്പവുമില്ല, ഇത് വെറും അസംബന്ധമാണ്. ഇത് അലക്സാണ്ടർ ജേക്കബിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അത്രയും വിശദമായി അന്വേഷിച്ചില്ല. ഇങ്ങനെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതെല്ലാം വിശ്വസിക്കുകയാണ്. അതാണ് നേരത്തെ സാറ് പറഞ്ഞ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയിലാകെ നോക്കൂ, ഒരു 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 പ്രധാനപ്പെട്ട വ്യക്തി പറഞ്ഞു, ഒരു അസത്യം അന്ന് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരിച്ചു. അത് അസത്യമായിരുന്നു, പക്ഷേ 2-3 മണിക്കൂറുകളുണ്ട് അത് നമ്മുടെ സംസ്ഥാനമാകെ പ്രചരിപ്പിക്കാൻ നമുക്ക് പറ്റി എന്നതാണ്. അസത്യമാണ് എന്നറിയാം. അപ്പോൾ നോക്കൂ, ലക്ഷക്കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, വെറും അസത്യം, നുണകളിങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി. അത് കേട്ടാൽ ആളുകൾ ഉദാഹരണത്തിന് നമ്മുടെ പിന്നെ ടീസ്ത സദൽവാദ് എന്ന് പറയുന്ന അവർ വലിയൊരു മനുഷ്യാവകാശ പോരാളിയാണെന്ന് നമുക്കറിയാം. അവർ വനിതാ പോലീസുകാരെ മുഖത്ത് വളരെ മ്ലേച്ഛമായി തുപ്പുന്ന വീഡിയോ ഉണ്ട്. ഈ വീഡിയോ കണ്ടാൽ നമുക്ക് തീസ്ത സദൽവാദിനോടൊരു ദേഷ്യം തോന്നും. യഥാർത്ഥത്തിൽ എന്താണ് അത്? തീസ്ത സദൽവാദ് അല്ല, ആ വിവരണം മാത്രമാണ്. അത് മഹാരാഷ്ട്രയിലെ ഏതോ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ അവർ തുപ്പിയതാണ്. ആ വിഷ്വൽ എടുത്തിട്ട് തീസ്ത സദൽവാദ് പോലീസിനെതിരെ തുപ്പുന്നു. ഇങ്ങനെയുള്ള അസംബന്ധങ്ങൾ വീഡിയോകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് സ്ഥിതി. ശാസ്ത്രം ഉയർന്ന ജനാധിപത്യബോധത്തിൻ്റെ മുന്നുപാധി എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കണം, ശങ്കർ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർട്ടൂണിസ്റ്റായിരുന്നു. അദ്ദേഹം ഏറ്റവും വലിയ കാർട്ടൂണിസ്റ്റായിരിക്കുമ്പം അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടപ്പോൾ നെഹ്റു പറഞ്ഞു, ഡോണ്ട് സ്പെയർ മീ ശങ്കർ, എന്നെ നിങ്ങൾ ഒഴിവാക്കി കളയരുത്, എന്നെയും വിമർശിക്കണമെന്ന്. നമുക്കെല്ലാം അറിയാവുന്നൊരു പക്ഷേ നിങ്ങൾക്ക് ഭൂരിപക്ഷം പേർക്കും അറിയാമായിരിക്കും. നെഹ്റുവിനെ വിമർശിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. സ്വന്തം പേരിലല്ല, നെഹ്റുവിനെ വിമർശിച്ചു. അദ്ദേഹം ചാണക്യ എന്ന പേരിൽ, ഒരു കള്ളപ്പേരിൽ, മോഡേൺ പവർ എന്ന് പറയുന്ന കൽക്കട്ടയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പത്രത്തിൽ നെഹ്റുവിനെ വിമർശിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് 1937 ലേഖനം എഴുതുന്നത്. അദ്ദേഹം പറയുന്നത്, ജൂലിയസ് സീസറാകാൻ ഒരുത്തനെയും അനുവദിക്കരുത്. എന്നിട്ട് നെഹ്റുവിനെ സൂചിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇയാളിൽ ഒരു ഏകാധിപതി ഒളിഞ്ഞിരിപ്പുണ്ട്, ഒരു ചെറിയ ടിസ്റ്റ് മതി ഇയാൾ ഏകാധിപതിയാകാൻ, അതുകൊണ്ട് ഇയാളെ ഏകാധിപതി ആകാൻ അനുവദിക്കരുത്. അപ്പോൾ വേറെ ആരോ നെഹ്റുവിനെ വിമർശിച്ചതാണെന്നാണ്. യഥാർത്ഥത്തിൽ നെഹ്റു ആയിരുന്നു ലേഖനം എഴുതിയത്. നോക്കൂ, ആ ജനാധിപത്യത്തിൻ്റെ ഒരു അപ്പോൾ വിമർശനമാണ്, എതിർശബ്ദങ്ങളാണ് ജനാധിപത്യത്തിൻ്റെ കാതലെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഒരിടത്തും എതിർശബ്ദങ്ങൾ ഉയരാൻ അനുവദിക്കുന്നില്ല എന്നതാണ്. മുനവർ ഫാറൂഖി എന്ന് പറയുന്ന ഒരു പിന്നെ കൊമേഡിയനെ ഒരു കാർട്ടൂൺ കാണിച്ചു, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി നടത്തിയെന്ന പേരിൽ അറസ്റ്റ് ചെയ്ത സ്ഥലമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള എത്രയോ ആളുകളെ ഹിമാചൽ പ്രദേശിൽ കോവിഡ് സമയത്ത് ഗവൺമെൻറ് ഈസ് മിസ്സിംഗ് എന്ന രൂപത്തിൽ ഒരു വാർത്ത കൊടുത്തതിന് ഒരു പത്രപ്രവർത്തകനെ അറസ്റ്റ് ചെയ്തതാണ്. നേരത്തെ പറഞ്ഞു, പത്രപ്രവർത്തക സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ, പ്രസ് ഫ്രീഡത്തിൽ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ വീണ്ടും താഴോട്ട് പോയിരിക്കുകയാണ് എന്നതാണ്. അല്ലെങ്കിൽ ആൾട്ട് മുഹമ്മദ് സുബീർ, ഒരു പിന്നെ രാജഗോപാൽ, നമ്മുടെ ടെലിഗ്രാഫിൻ്റെ പത്രപ്രവർത്തകൻ, അദ്ദേഹം എഡിറ്ററായിരുന്നു. അദ്ദേഹം വളരെ പ്രൊവോക്കിംഗ് ആയ ഹെഡ്ലൈനുകൾ ലൂടെ ജനങ്ങളെ ചില കാര്യങ്ങളിൽ സെൻസിറ്റൈസ് ചെയ്യാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ സുപ്രഭാതത്തിൽ അതേ എഡിറ്ററായിരുന്ന ആൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ട് എഡിറ്റർ അറ്റ് ലാർജായി. മനസ്സിലായില്ലേ? ലാർജ് അടിച്ച് വീട്ടിലിരിക്കാമെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി എന്നതാണ്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ ഒരു അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നെഹ്റു എന്ന ആശയത്തെ തിരിച്ചു പിടിക്കുക, നെഹ്റുവിനെ വീണ്ടെടുക്കുക എന്നതാണ് വേണ്ടത് എന്നതാണ്. അത് ഇന്നത്തെ ആര് ചെയ്യുമെന്ന് ചോദിച്ചാൽ സെക്യുലർ പ്രസ്ഥാനങ്ങളിലും പുരോഗമന പ്രസ്ഥാനങ്ങളിലുമാണ് ഒരുപക്ഷെ പ്രതീക്ഷ. അവരും എല്ലാ കാര്യങ്ങളിലും പൂർണ്ണരാണെന്ന് പറയുന്നില്ല, ഉള്ളതിൽ ഭേദം അവരാണ്. അപ്പോൾ അത്തരം പിന്നെ ശക്തികൾ ഈ ആശയങ്ങളെ കൂടുതൽ ശക്തമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. പ്രത്യേകിച്ച് സയൻറ്റിഫിക് ടെമ്പർ എന്ന ആശയം ഇന്ത്യൻ ജനതയിൽ ഇൻകൾക്കേറ്റ് ചെയ്യാതെ, ഇന്ത്യൻ സോഷ്യൽ സയൻസ് സൈക്കിൾ ഇൻകൾക്കേറ്റ് ചെയ്യാതെ ഇന്ത്യക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ കാര്യം ആണ് വാസ്തവത്തിൽ നെഹ്റു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആ ഓർമ്മ നെഹ്റു ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതുകൊണ്ടാണ് നെഹ്റുവിനെ വളരെ വളരെ ആസൂത്രിതമായി
വാനിഷ്ഡാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്പം ദീർഘിച്ചു പോയ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നു. ധന്യവാദം.